ഓം ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാംബിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരോർഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. കഥഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. അനർപ്പിതചരീം ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതുമുന്നതോജ്വല രസാം സ്വഭക്തി ശ്രിയം. ഹരിപുരടസുന്ദരദ്യുതി കഥം വസന്തീപിതഃ സദാ ഹൃദയകന്തരേ സ്ഫുരതു വാ സച്ചിനന്ദന. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതം അഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ചാൻറ്റ് ചെയ്യാം. ആര് ഇന്ന് ചാൻറ്റ് ചെയ്യുന്നു? കൈ ഉയർത്തു. എന്താന്ന് വെച്ചാല് എനിക്ക് കാണാൻ പറ്റില്ല ആരാ പറയുന്നെന്ന്. അപ്പൊ ആരിന്ന് ചാൻറ്റ് ചെയ്യുന്നു? എല്ലാവർക്കും വേണ്ടി ആരുമില്ല. ലീലാമ്മ. ഓക്കെ, രണ്ടുപേര്. നിങ്ങളിൽ ആരെങ്കിലും നേരത്തെ ചാൻറ്റ് ചെയ്തിട്ടുണ്ടോ? ലീലാമ്മ നേരത്തെ ചാൻറ്റ് ചെയ്തിരുന്നോ? ഇല്ല മാതാജി, ആരാന്ന് വെച്ചാ ചെയ്തോട്ടെ മാതാജി, കുഴപ്പമില്ല. ആരും ചെയ്യാത്തോണ്ട് ഞാൻ ചെയ്തെന്നുള്ളത്. ചെയ്തു മാതാജി, ലീലാമ്മ മാതാജി ചെയ്തു. ഹരേ കൃഷ്ണ. ലീലാമ്മ ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ.
हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे 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 कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण कृष्ण हरे हरे राम हरे 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 कृष्ण कृष्ण हरे हरे राम हरे हरे कृष्ण कृष्ण हरे हरे राम राम हरे 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 कृष्ण कृष्ण हरे हरे राम राम हरे हरे कृष्ण कृष्ण हरे हरे राम हरे 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 कृष्ण कृष्ण हरे हरे राम हरे हरे कृष्ण कृष्ण हरे हरे राम हरे हरे कृष्ण कृष्ण हरे 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 राम हरे हरे कृष्ण कृष्ण हरे हरे राम हरे हरे कृष्ण हरे हरे राम हरे हरे कृष्ण कृष्ण हरे हरे राम हरे हरे कृष्ण हरे हरे राम हरे हरे कृष्ण कृष्ण हरे हरे राम हरे हरे कृष्ण कृष्ण हरे हरे राम हरे हरे 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 कृष्ण हरे हरे राम हरे कृष्ण हरे हरे राम हरे 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 हरे हरे कृष्ण हरे हरे राम हरे कृष्ण हरे हरे राम हरे हरे कृष्ण हरे हरे राम हरे कृष्ण हरे हरे राम हरे हरे कृष्ण हरे हरे राम हरे कृष्ण हरे हरे राम हरे हरे कृष्ण हरे हरे राम हरे कृष्ण हरे हरे राम हरे हरे कृष्ण हरे हरे राम हरे कृष्ण हरे हरे राम हरे हरे कृष्ण हरे हरे राम हरे कृष्ण हरे हरे राम हरे हरे कृष्ण हरे हरे राम 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 हरे हरे कृष्ण हरे हरे राम हरे कृष्ण हरे हरे राम हरे हरे कृष्ण हरे हरे राम 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 हरे कृष्ण हरे हरे राम
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ മാതാജി ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇന്നപ്പോ നമ്മൾ ഭഗവത്ഗീതയാണ് അല്ലേ? ആർക്കൊക്കെ ഇന്ന് ഭാഗവതം വേണം തോന്നുന്നുണ്ട്? കൈപൊക്കിക്കേ. എനിക്ക് ഇഷ്ടാണ് ഭാഗവതം അല്ലേ? എനിക്കും ഭയങ്കര ലോസ് പോലെ തോന്നുന്നു. അയ്യോ, ഇന്ന് ഭാഗവതം വേണമായിരുന്നു എന്ന് തോന്നുന്നു. ലീലാമ്മയ്ക്കും തോന്നുന്നു. എനിക്കും അതെ മാതാജി. എനിക്കും ഭാഗവതാണ് കൂടുതല്. ഭഗവത്ഗീത പഠിച്ചതാണ്, ഭാഗവതാണ് ഒന്നും അറിയാത്ത. ഭാഗവതം ഇഷ്ടം പോലെ പഠിക്കാൻ കിടപ്പുണ്ട് മാതാജി. ഹരേ അതെ കൃഷ്ണ. അതെ കുറേ ഉണ്ട് പഠിക്കാൻ. ഈ ഭഗവത്ഗീതയിലെ കഥകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? നമുക്ക് മാതാജി. വേണമെങ്കിൽ ഇത് വേഗം ഓടിച്ചു പോകാനുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് കുറെ പേരുകളൊക്കെയാണ്. അപ്പൊ അത് വേഗം ഓടിച്ചു പോകാം വേണമെങ്കിൽ. ആർക്കൊക്കെ ഈ കഥകൾ അറിയില്ല? ഇനി കൈ താക്കൂ നിങ്ങൾ രണ്ടുപേരും. എന്നിട്ട് ആർക്ക് ഭഗവത്ഗീത ഡീറ്റെയിൽഡ് ആയിട്ട് വേണം, അതോ ഓടിച്ചു പോയാ മതിയോ? എന്താണ് അഭിപ്രായം? ഹരേ കൃഷ്ണ മാതാജി, ഓടിച്ചിട്ട് പോയിട്ട് നമുക്ക് ഭാഗവതി വരാം. ഭാഗവത്തിൽ കയറാം അല്ലേ? ഓ, എസ്പെഷ്യലി ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് കുറെ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് കൃഷ്ണന്റെ ഒന്നും കിട്ടുന്നില്ലല്ലോ. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇത് ഓക്കെ, ഇത്രയും പേരുകള് ഉണ്ടായിരുന്നു, ഇവരെല്ലാം ഉണ്ടായിരുന്നു പാണ്ഡവരുടെ സൈഡില്. പിന്നെ ഇനി ദുര്യോധനന്റെ സൈഡിൽ ആരൊക്കെ ഉണ്ട് എന്ന് 2-3 വേഴ്സിൽ പറയും. അതെല്ലാം നമുക്ക് ഓടിച്ച് വേണമെങ്കിൽ പോകാം കേട്ടോ. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് 3 ദിവസം ഭാഗവതവും 2 ദിവസം ഭഗവത്ഗീതയും എടുത്താലോ? അങ്ങനെ മതി അത് മതി മാതാജി. 3 ദിവസം ഭാഗവതം. എന്നിട്ട് 2 ദിവസം ഭഗവത്ഗീത എടുക്കാം അല്ലേ? നിങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈവൻ 4 ദിവസം ഭാഗവതം എടുത്തിട്ട് 1 ദിവസം ഭഗവത്ഗീത അങ്ങനെ എടുക്കാം. അതായാലും കുഴപ്പമില്ല മാതാജി. ഭാഗവതാണ് കൂടുതൽ ഇപ്പൊ അറിയണ്ടേ. അത് കുറെ അറിയാണ്ട്. പിന്നെ മറ്റേ ക്ലാസ്സിൽ എന്തായാലും വൈകുന്നേരത്തെ ക്ലാസ്സിൽ ഞാൻ ഭഗവത്ഗീതയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഭഗവത്ഗീത കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക്
വൈകിട്ടത്തെ ക്ലാസ്സിൽ കയറാം. എന്നാൽ നമുക്ക് അങ്ങനെയാക്കിയാലോ, രാവിലത്തെ ക്ലാസ് ഭാഗവതത്തിനും വൈകിട്ടത്തെ ക്ലാസ് ഭഗവത്ഗീതയ്ക്കും ആക്കിയാലോ? മാതാജി വൈകുന്നേരം എല്ലാ ദിവസവും നടക്കില്ല മാതാജി. എല്ലാ ദിവസവും അല്ല, ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 3 ദിവസമേ ഉള്ളൂ രാത്രിയില്. അപ്പൊ ആ 3 ദിവസം ഭഗവത്ഗീത കേൾക്കാൻ ആർക്ക് പറ്റില്ല? കൈ റേസ് ചെയ്യുമോ? എനിക്ക് അല്ലാതെ മനസ്സിലാവുന്നില്ല ആരാന്ന് ഈ പറയുന്നത്. സമയപ്പുഴ മാതാജി. വൈകിട്ട് 8 to 9:30, രാത്രിയില് 8 തൊട്ട് 9:30 വരെ. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്താ ആ സമയം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും 8 to 9:30 പാടുണ്ടോ? നീതു പ്രദീപ് എന്തുകൊണ്ടാ കൈ റേസ് ചെയ്തത്? രാത്രി പറ്റില്ല? അൺമ്യൂട്ട് ചെയ്തേ നീതു, ഞങ്ങക്ക് കേൾക്കാൻ പറ്റുന്നില്ല. രാത്രിയിൽ പറ്റില്ല മാതാജി, വേറൊരു ക്ലാസ് ഉണ്ട്. ഉണ്ടല്ലേ? നമ്മുടെയൊക്കെ പ്രശ്നം 8:30 തൊട്ട് 9:30 വരെ ഞങ്ങൾക്കും ക്ലാസ് ഉണ്ട്. ക്ലാസ് ഉണ്ടല്ലേ? ക്ലാസ്സുകൾ ഉണ്ട് മാതാജി. ആ സമയത്ത് വേറെ ക്ലാസ് എല്ലാവർക്കും ഉണ്ട്. ആ, ഉണ്ട് ഈവനിങ് ഉണ്ട്. ടൈം എല്ലാം ഓൾറെഡി ടൈറ്റ് ആണ് മാതാജി. മോർണിംഗ് ഫ്രീ ഉള്ളൂ. ഓക്കെ ഓക്കെ. ജയശ്രീ മാതാജിക്ക് എന്താണ് അഭിപ്രായം? അത് തന്നെ കേറാൻ പറ്റത്തില്ല മാതാജി, ബാക്കി കുഴപ്പമില്ല. സാറ്റർഡേ മതി. സാറ്റർഡേ ഈ നൈറ്റ് മാത്രം പറ്റത്തില്ല മാതാജി, ബാക്കി കുഴപ്പമില്ല. ബാക്കി ദിവസങ്ങളിൽ കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പം നമുക്ക് പറ്റില്ല അല്ലേ? 3-4 പേർക്ക് വീക്കെൻഡ്സ് പറ്റുന്നില്ല. അപ്പം നമുക്ക് എന്നാല് 2 ദിവസം ഭഗവത്ഗീത എടുക്കാം അല്ലേ? കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ കഥകളൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കൂടുതൽ തിയറിയിലോട്ട് തന്നെ പോകാം. കഥകൾ ഇടയ്ക്ക് പറയണം മാതാജി. പല ക്യാരക്ടേഴ്സിനും മാതാജി പറഞ്ഞിട്ടാണ് കഥകൾ അറിയുന്നത്. ഇപ്പൊ ഈ അറിയുന്നല്ലേ? മാതാജി എനിക്കും അതെ, കഥകള് വേണമല്ലേ? റിലേറ്റഡ് കഥകളുണ്ട് മാതാജി. ഇപ്പൊ മാതാജി പറയുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് അതെ ചാപ്റ്റർ. അതെ 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 അതെ. സെക്കൻഡ് ചാപ്റ്റർ നല്ല ടഫാ മാതാജി. സെക്കൻഡ് ചാപ്റ്റർ ഓടിപ്പോയാലും അതെ അതെ, ശരിയാവില്ല. ഓക്കെ, എന്നാ നമുക്ക് കുറച്ച് നാൾ ഇങ്ങനെ പോകാം. 2-ഉം 3-യും 2 ദിവസം ഭാഗവതവും 3 ദിവസം ഭഗവത്ഗീതയുമായിട്ട് നമുക്ക് കുറച്ച് നാൾ അങ്ങനെ പോട്ടെ. 3-2 ആയാലും കുഴപ്പമില്ല മാതാജി. 3 ദിവസം ഭാഗവതം, 2 ദിവസം ഭഗവത്ഗീത, 3 ദിവസം ഭാഗവതായാലും അങ്ങനെ നല്ലതായിരിക്കും മാതാജി. അതും നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പം എല്ലാവരും 4 ആണോ? 3-2, 3 ദിവസം ഭാഗവതം, 2 ദിവസം. അതെ അതെ, അത് മതി മാതാജി. ഓക്കെ. പക്ഷെ ഇന്ന് ഞാൻ ഭഗവത്ഗീതയാണ് എടുക്കുന്നത്. ഞാൻ മറ്റേത് കൂടുതലായിട്ട് എനിക്ക് പറയാൻ ഞാൻ കുറച്ചും കൂടി വർക്ക് ചെയ്തിട്ട് ഞാൻ ഭാഗവതം. അപ്പൊ നമുക്ക് ഇനി ഫ്രൈഡേ ഞാൻ ഭാഗവതം എടുക്കാം. ഈ ആഴ്ച മാത്രം. അടുത്ത ആഴ്ച തൊട്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഒന്നിച്ച് നമുക്ക് ഭാഗവതം എടുത്തിട്ട് തേഴ്സ്ഡേ, ഫ്രൈഡേ ഭഗവത്ഗീത എടുക്കാം. ഇന്ന് മാത്രം എന്തോ പറയൂ. അത് മതി 3 ദിവസം ഭാഗവതം, പിന്നെ 2 ദിവസം. അപ്പൊ ഇന്നത്തെ ഭഗവത്ഗീത തന്നെ എടുത്തോളൂ മാതാജി. മാതാജി ഫ്രൈഡേ അപ്പൊ എനിക്ക് മിസ്സാവും മാതാജി. ആരാണത്? ദീപ. ദീപ. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കൈ പൊക്കിയിട്ട് സംസാരിച്ചാൽ എനിക്ക് കാണാം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ചെറിയ മൊബൈൽ, അതിൽ 4+4 8 പേരെ കാണുന്നുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ദീപ അല്ലേ? ഈ ഫ്രൈഡേ മാത്രമാണോ അതോ എല്ലാ ഫ്രൈഡേയും പറ്റില്ല അല്ലേ ദീപയ്ക്ക്? എല്ലാ ഫ്രൈഡേ ഉണ്ട്. അപ്പോഴൊരു കാര്യം ചെയ്താൽ മതി. ഈ ഫ്രൈഡേ നാളെ ഞാൻ ഭാഗവതം എടുക്കാം. നാളെ ഭാഗവതം. ഫ്രൈഡേ ഉള്ള ഭഗവത്ഗീതയല്ലേ? ഭഗവത്ഗീത നിങ്ങൾക്ക് ഈവനിങ്ങിൽ ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഈ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പൊ സാറ്റർഡേയോ സൺഡേയോ ആയിരിക്കും. ആ ഫ്രൈഡേ നമ്മൾ മിസ് ചെയ്യുന്നത്, രാവിലെയുള്ള ഫ്രൈഡേ മിസ് ചെയ്യുന്ന നമുക്ക് സൺഡേ ആയിരിക്കും കിട്ടുന്നത് വൈകിട്ട്. നാളെ എടുക്കുവാണെങ്കിൽ ഓക്കെ. നാളെ ഭാഗവതം. ഭഗവത്ഗീത അത്ര ആവശ്യമില്ല അല്ലേ ദീപ മാതാജിക്ക്?
കുഴപ്പമില്ല കുഴപ്പമില്ല, എന്നാലും ഞാൻ കേൾക്കും. ഉം. ഭക്തിയേക്കാൾ ഭാഗവതം. ഭാഗവതമാണ് ഇമ്പോർട്ടന്റ്. എനിക്ക് തോന്നി അങ്ങനെ തോന്നി, എല്ലാവർക്കും ഭാഗവതമായിരിക്കും കൂടുതൽ താല്പര്യം. ഓക്കെ, അപ്പൊ നാളെ ഞാൻ ഭാഗവതം എടുക്കാം. ഇന്നും ഫ്രൈഡേയും ഞാൻ ഭഗവത്ഗീത എടുക്കാം. ഈ ആഴ്ച, അടുത്ത ആഴ്ച തൊട്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഭാഗവതം, തേഴ്സ്ഡേ, ഫ്രൈഡേ ഭഗവത്ഗീത. ഓക്കെ അല്ലേ? എന്നിട്ട് ഫ്രൈഡേ കേൾക്കാൻ പറ്റാത്തവർ, ഏതെങ്കിലും ഒരു ദിവസം ഭഗവത്ഗീത കേൾക്കാൻ പറ്റാത്തവർക്ക് ആ ആഴ്ച വൈകിട്ടത്തെ ക്ലാസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി നമ്മളുടെ ഇതിൽ ഇടാത്തത്, ഞാൻ ഭാഗവതം മാത്രം ഇടുന്നത് എന്താന്ന് വെച്ചാൽ ഭാഗവതം മിസ് ചെയ്യുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയാണ്. ഭഗവത്ഗീത നിങ്ങൾക്ക് ഒരു മോർണിംഗ് ക്ലാസ് മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഈവനിങ് ക്ലാസ്സിൽ കയറാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെയാണ് മാതാജി. ഒക്കെയാണ് മാതാജി. ഓക്കെയാണ് മാതാജി. ഓക്കെ, ഗുഡ്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്ന ശ്ലോകം 1.6 ആണ്, 6ാമത്തെ ശ്ലോകം, 1ാമത്തെ ചാപ്റ്ററിൽ. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. ഇനി നിങ്ങൾ രണ്ടുപേരും കൈ താക്കുമോ? എന്നിട്ട് ഇത് ആർക്ക് ചൊല്ലാം? ഇതുവരെയും ചൊല്ലാത്ത ആരെങ്കിലും? ഉഷ മാതാജി എല്ലാപ്പോഴും ചൊല്ലിയിട്ടുണ്ടോ അതോ ഞാൻ ചൊല്ലിയിട്ടുണ്ട് മാതാജി. ആരും ഹാൻഡ് റൈസ് ചെയ്യാത്ത കാരണം ചെയ്തതാണ്. ആണ്? ഞാൻ ചൊല്ലിയിട്ടുണ്ട്. വേറെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല? ലീലാമ്മ, നീതു, പിന്നെ വേറെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ? അറിയില്ലാത്തോണ്ടാണോ അതോ ഷൈനെസ് ഉണ്ടാണോ? ഞാൻ ഈ 4 പേരെ എപ്പോഴും ഞാൻ കാണാറുണ്ട് ഈ റേസ് ചെയ്തിരിക്കുന്ന. ബാക്കി അറിയില്ലാത്തോണ്ടാ മാതാജി, പഠിച്ചു വരുന്നതേ ഉള്ളതാ. ആണോ? എന്നാ ബിന്ദു വിജയൻ തന്നെ പറയൂ. അങ്ങനെയല്ലേ പഠിക്കുള്ളൂ അല്ലെ? അങ്ങനെയല്ലേ പഠിക്കുള്ളൂ. ഈ 4 പേർക്ക് നല്ലോണം അറിയാവുന്നവരാ കേട്ടോ ഈ കൈ പൊക്കിയിരിക്കുന്നത്. ഞാൻ ആ പുസ്തകം 6ാമത്തെ ചാപ്റ്റർ എന്റെ കയ്യില് പുസ്തകം, പഴയ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ അത് കാരണം പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല ഇതില്. അതാണ്. ഞാൻ അയച്ചു തരുന്നുണ്ട് ഈ ശ്ലോകങ്ങളെല്ലാം. അത് നോക്കാൻ എളുപ്പമുണ്ടോ? അറിയാമോ അത് മാറ്റിയിട്ട് ശ്ലോകം എടുക്കാന്? എനിക്ക് അറിയത്തില്ല മാതാജി, അതാണ്. ഓക്കെ ഓക്കെ, ഇനി ഒരിക്കൽ ഞാൻ ചൊല്ലാം. ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ ഉഷ നെല്ലിക്കര പറഞ്ഞോളൂ. ഈ 3 പേര് പറഞ്ഞോളൂ. ഉഷ മാതാജി കഴിഞ്ഞ് ജയശ്രീ മാതാജി, പിന്നെ നീതു അല്ലേ? നീതു മാതാജി. 3 പേരും കൂടെ 3 പേർക്കും ചാൻസ് തരാം. ചൊല്ലു ഉഷ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ശ്ലോകം ചൊല്ലട്ടെ? ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 1, ശ്ലോകം 6. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. വിക്രാന്ത, വിക്രമിയായ. യുധാമന്യുശ്ച, യുധാമന്യുവും. ഉത്തമൗജാശ്ച, ഉത്തമൗജസ്സും. സൗഭദ്ര, സുഭദ്രാപുത്രനും. ദ്രൗപദേയ ച, ദ്രൗപദീപുത്രന്മാരും. സർവ ഏവ ച, എല്ലാവരും.
മഹാരഥാഹ മഹാരഥന്മാരാകുന്നു. ഇനി വായിക്കണോ മാതാജി? ഹരേ കൃഷ്ണ. അത് അടുത്ത ആൾ വായിക്കട്ടെ. ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ആദ്യം ചൊല്ലി കഴിഞ്ഞിട്ട് അതിന്റെ വിവർത്തനം വായിക്കുവേ. ഓക്കെ മാതാ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യുധാമന്യുച്ഛ വിക്രാന്ത ഉത്തമൗജാച്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാച്ച സർവയേവ മഹാരഥാ. വിവർത്തനം. കൂടാതെ പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നീതു മാതാജി ചൊല്ലുന്ന. ചൊല്ലുന്നു മാതാജി. ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജശ്ച വീരവാൻ സൗഭദ്രോ ദ്രൗപദേയാംശ സർവയേവ മഹാരഥഃ. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ. അപ്പം ഇത് ദുര്യോധനൻ പറയുകയാണ് അല്ലേ ദ്രോണാചാര്യരോട്. അപ്പം ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആൾക്കാരെ പിന്നെയും ഓരോരുത്തവരെയായിട്ട് പറയുകയാണ് ആരൊക്കെ ഉണ്ട് അവിടെ എന്ന്. അപ്പം ഇതിൽ നമുക്ക് ഈ ശ്ലോകങ്ങളിലൊക്കെ കാണാവുന്ന ഒരു തീം എന്താണ്? ഒരു ആരെയാണ് എപ്പോഴും റെഫർ ചെയ്യുന്നത്? ദ്രുപദനെ. നമ്മൾ ഏത് ശ്ലോകം എടുത്താലും അത് ദ്രുപദ എന്നുള്ള പേര് കാണുന്നു അല്ലേ? അത് എന്താണ് ദ്രുപദനെ എപ്പോഴും സംബോധന ചെയ്യുന്നത്? ദ്രോണാചാര്യരെ ഓർപ്പിക്കുകയാണ്. മറ്റേ നമ്മളുടെ എതിര് പാർട്ടിയുടെ അകത്ത് ദ്രോണാചാര്യര് നിങ്ങളുടെ എനിമിയായ, നിങ്ങളുടെ ശത്രുവായ ദ്രുപദനുണ്ട് എന്ന് പിന്നെയും ദ്രുപദനും പിന്നെ ദ്രുപദന്റെ ആൾക്കാരും ഉണ്ട് അവിടെ എന്ന് പിന്നെയും ഓർപ്പിക്കുകയാണ്. അങ്ങനെ ദ്രോണാചാര്യരുടെ ആ വൈര്യം, ദേഷ്യം കൂട്ടാൻ വേണ്ടി അതിനാണ് എപ്പോഴും പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ദേഷ്യം വർദ്ധിപ്പിക്കണം എന്ന് തോന്നുന്നത്? എന്താ വെച്ചാൽ ദുര്യോധനൻ അറിയാം ദ്രോണാചാര്യർക്കും ഭീഷ്മർക്കും ഒക്കെ കൂടുതൽ ചായ്വ് പാണ്ഡവരോടാണ് എന്നറിയാവുന്ന കൊണ്ടാണ് പിന്നെയും എടുത്ത് പറയുന്നത്. ദ്രുപദ എന്നുള്ള ഒരു വാക്ക് എടുത്തെടുത്ത് പറയാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്ത് നോർത്തേൺ ഇന്ത്യയില് കുരു രാജ്യവും പാഞ്ചാല രാജ്യവും, ഇങ്ങനെ രണ്ട് വലിയ രാജ്യങ്ങൾ ഇത് രണ്ടാണ്. ഇപ്പൊ ഹസ്തിനപുരത്തിൽ ഉള്ള കുരുവംശക്കാരും പാഞ്ചാല രാജ്യത്തുള്ള ഈ ദ്രൗപദനും, ഇവര് രണ്ടുപേരുമാണ് മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ട് ഏറ്റവും അറിയപ്പെട്ടിരുന്ന രാജാക്കന്മാര് ആ സമയത്ത്. അതുകൊണ്ട് ഇപ്പൊ ഈ വോർ നടക്കുന്ന ഈ കുരുവിൽ തന്നെയാണ്. രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് വഴക്ക് അല്ലെ? അപ്പൊ ആ രണ്ടുപേര് വഴക്കിടുമ്പം ലോകത്തുള്ള മറ്റേ എല്ലാ രാജാക്കന്മാരും ഏതെങ്കിലും ഒരു പാർട്ടിയെ അവര് കൂട്ടുകൂടി. എന്നിട്ട് അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ വോറിൽ പങ്കെടുത്തു. ഐദർ പാണ്ഡവരുടെ സൈഡില് അല്ലെങ്കിൽ കൗരവരുടെ സൈഡില്. അപ്പൊ അവര് എങ്ങനെ ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ ചിലവരൊക്കെ ന്യായം പാണ്ഡവരുടെ സൈഡിലാണല്ലോ എന്ന് വെച്ച് ചേർന്നു. ചിലവരാണെങ്കിൽ ബന്ധം കൊണ്ട്, അവർക്ക് ഫാമിലി ബന്ധം, പല രാജാക്കന്മാരും മക്കളെ വേറെ രാജ്യത്തെ ആൾക്കാർക്കായിരിക്കും കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്, അവിടുത്തെ പ്രിൻസിനായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ബന്ധം വെച്ചും അവര് രണ്ടായിട്ട് തിരിഞ്ഞു. ഇപ്പൊ ദ്രുപദന്റെ കാര്യം എടുത്താൽ ദ്രൗപദി, മകളായ ദ്രൗപദി കല്യാണം കഴിച്ചിരിക്കുന്ന പാണ്ഡവരെയാണ്. അതുകൊണ്ട് പാണ്ഡവരുടെ ആർമിയില് ചേർന്നു. അതുപോലെയാണ് ഓരോ പേരെ ചൂസ് ചെയ്തത്. ഏത് സൈഡ് കൂടണം എന്നുള്ളത് ചൂസ് ചെയ്തത് അവരങ്ങനെയാണ്. പിന്നെ ഇതില് കാണാവുന്നത്, നമ്മള് ശല്യറിന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ശല്യർ എന്ന് പറയുന്ന ശരിക്കും മാദ്രിയുടെ ബ്രദറാണ്. മാദ്രി ആരാണ്? പാണ്ഡുവിന്റെ ഒരു വൈഫാണ് മാദ്രി, ഒരു വൈഫ് കുന്തി.
അല്ലെ? അപ്പൊ മാദ്രിയുടെ മക്കളാണ് നകുലനും സഹദേവനും. അപ്പൊ നാച്ചുറലി ശല്യർക്ക് പാണ്ഡവരുടെ സൈഡിൽ നിൽക്കാനാണ് ഇഷ്ടം. അത് കാരണം പാണ്ഡവരുടെ സൈഡിൽ പോകാൻ വേണ്ടി അവർ വലിയ സൈന്യവുമായിട്ട് ശല്യർ വരുമ്പം ദുര്യോധനൻ എന്ത് ചെയ്തു? വഴിക്ക് ഒരു ശിബിരമൊക്കെ കെട്ടി ഇവരെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ആഹാരവും അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഇതുമെല്ലാം കൊടുത്തു. അപ്പം ശല്യർ എന്താ വിചാരിക്കുന്നത്? ഇത് പാണ്ഡവരായിരിക്കും ഇത് അറേഞ്ച് ചെയ്തത് എന്ന് വിചാരിച്ചു. എന്നിട്ട് ആ സൗഹൃദമെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ദുര്യോധനനായിരുന്നു അറേഞ്ച് ചെയ്തതെന്ന്. അപ്പൊ പിന്നെ വാക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ദുര്യോധനന്റെ സൈഡിൽ ഇരിക്കേണ്ടി വന്നു. ഹരേ കൃഷ്ണ. എല്ലാരും മ്യൂട്ടായിട്ടിരുന്നാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരുന്നു. അപ്പൊ അങ്ങനെ ശല്യർക്ക് ദുര്യോധനന്റെ സൈഡ് ഇരിക്കേണ്ടി വന്നു. എന്നിട്ട് കമാൻഡറായി സേനാപതിയായി ആകുകയും ചെയ്തു. എന്നായിരുന്നു സേനാപതിയായത്? കർണനും മരിച്ചു കഴിയുമ്പോഴാണ് ശല്യര് അവിടുത്തെ സേനാപതിയാകുന്നത്. 1/2 ദിവസമേ നിന്നുള്ളൂ. അപ്പോഴത്തേക്ക് ശല്യരെ കൊന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതും പറ്റി. പിന്നെ ഇനി നമ്മൾ ഈ വേഴ്സിൽ ആരൊക്കെയാ കാണുന്നത്? യുധാമന്യു, ഉത്തമൗജ, സൗഭദ്ര, ദ്രൗപദേയാശ്ച. അപ്പൊ യുധാമന്യു, ഉത്തമൗജ. സൗഭദ്ര എന്ന് പറയുന്ന ആരാ? സുഭദ്രയുടെ മകന്. സുഭദ്രയുടെ മകൻ ആരാണ്? അഭിമന്യു. അപ്പൊ അഭിമന്യുവിനെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടു. പിന്നെ ഇനിയുള്ളത് ആരാണ്? ദ്രൗപദേയശ്ച. ദ്രൗപദേ എന്ന് പറയുമ്പം ദ്രൗപദിയുടെ മക്കള് ആണ് ദ്രൗപദി. 5 മക്കള്. ദ്രൗപദിക്ക് 5 പാണ്ഡവന്മാരിലുണ്ടായ 5 മക്കളെയാണ് ദ്രൗപദി. അവരെ ഉപപാണ്ഡവരെന്നും പറയും. അപ്പൊ ഇവര് ദ്രൗപദിയുടെ മക്കളെ എങ്ങനെ കൊന്നു അതറിയാമോ? ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ലാസ്റ്റ് ഡേ 18ാമത്തെ ദിവസം ഭീമനും ദുര്യോധനനും തമ്മിൽ ഫൈറ്റ് ചെയ്തപ്പോഴും ഗദ വെച്ചുള്ള ഫൈറ്റ് ആയിരുന്നു. അതില് ഭീമന് ദുര്യോധനന്റെ തൊടയില് ഗദ വെച്ചടിച്ച് അങ്ങനെ വീഴ്ത്തി. ഇപ്പൊ മരിക്കാറായി കിടക്കുമ്പോഴ് അശ്വത്ഥാമാവ്, ഇനി ബാക്കി കൗരവ സൈന്യത്തിലുള്ളത് ആകെ അശ്വത്ഥാമാവ്, കൃതവർമ്മ, പിന്നെ കൃപാചാര്യ. കൃതവർമ്മ, കൃപാചാര്യരും അശ്വത്ഥാമ 3 പേരേ ഉള്ളൂ. അപ്പൊ ഈ 3 പേര് ദുര്യോധനന്റെ അടുത്ത് ചെന്നു. ദുര്യോധനൻ വീണ് കിടക്കുകയാണ്, മരിക്കാറായി കിടക്കുക. അപ്പം അശ്വത്ഥാമാവിന് വലിയ സങ്കടം വന്നിട്ട് പറയും, ഞാന് 5 പാണ്ഡവരെ ഇപ്പൊ കൊന്നുകൊണ്ട് വരാം, ഞാൻ അവരുടെ 5 പേരുടെയും തലയുമായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം സേനാപതിയാക്കും അശ്വത്ഥാമാവിനെ. ഈ 3 പേരുള്ള സേനയുടെ ലീഡർ സേനാപതിയാക്കും ദുര്യോധനൻ. എന്നിട്ട് പോയി ചെയ്തോണ്ട് വരാൻ പറയും. അപ്പൊ രാത്രിയായി, വോറൊക്കെ കഴിഞ്ഞു, പാണ്ഡവര് ജയിച്ചു എന്ന് ഡിക്ലെയർ ചെയ്തു, എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് അശ്വത്ഥാമാവ് ഇവരെ 5 പേരുടെയും തല വെട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പക്ഷേ അവിടെ പാണ്ഡവരില്ല. പാണ്ഡവരെന്ത് ചെയ്തു? വോറ് കഴിഞ്ഞപ്പം പാണ്ഡവരും കൃഷ്ണനും കൂടി ഈ കൗരവരുടെ ശിബിരത്തിൽ പോയി അവിടെ നിന്ന് എടുക്കാവുന്ന സാധനങ്ങളൊക്കെ, വാല്യൂബിൾസ് എല്ലാം എടുക്കാൻ വേണ്ടി അവരവിടെ പോയി. അപ്പൊ ആ നൈറ്റ് അവരവിടെയായിരുന്നു. ഇവിടെ എല്ലാരും കിടന്നുറങ്ങുക, രാത്രിയായല്ലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുക, അവര് ജയിച്ചു എന്നുള്ളതില്. അപ്പൊ ഈ അശ്വത്ഥാമാവ് കൃതവർമ്മയും കൃപാചാര്യരെയും ആ ഗേറ്റിന്റെ അവിടെ ആരും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കാവല് നിർത്തിയിട്ട് അശ്വത്ഥാമാവ് തനിച്ചു പോയി. എന്നിട്ട് ആദ്യം ചെല്ലുന്ന ശിബിരം ദൃഷ്ടദ്യുമ്നന്റെ ടെന്റായിരുന്നു. അപ്പൊ ദൃഷ്ടദ്യുമ്നൻ ആരാണ്? ദ്രുപദന്റെ മകൻ അല്ലെ? ദ്രോണാചാര്യരെ കൊന്നത് ദൃഷ്ടദ്യുമ്നനാണ്. ദ്രോണാചാര്യരുടെ മകനാണ് അശ്വത്ഥാമാവ്. അപ്പൊ ഈ അശ്വത്ഥാമാവിന് ആ അച്ഛനെ കൊന്നതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി
ഈ ദൃഷ്ടദ്യുമ്നൻ ഉറങ്ങിക്കൊണ്ടിരുന്ന ദൃഷ്ടദ്യുമ്നനെ വലിച്ച് കട്ടിലിൽ നിന്ന് വലിച്ച് താഴെയിട്ട് ചവിട്ടി 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 കൊന്നു. തലയിലും നെഞ്ചത്തും ഒക്കെ ചവിട്ടി കൊന്നു. അപ്പം ദൃഷ്ടദ്യുമ്നൻ പറയുന്നുണ്ട് എന്നെ ആയുധം വെച്ച് കൊല്ല് എന്ന്. പക്ഷേ അങ്ങനെ അല്ല കൊന്നത്, കാല് വെച്ച് ചവിട്ടി ചവിട്ടി കൊന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ടെന്റ് നോക്കുമ്പം അവിടെ ഫ്ലാഗ്സും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു ആ ടെന്റിന്റെ മുൻവശം. അപ്പൊ തോന്നി ഇത് പാണ്ഡവരുടെ ആയിരിക്കും ശിബിരം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് കയറി. അപ്പൊ 5 പേരിങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ 5 പേരുടെയും തല വെട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ യുധാമന്യുടെ ഉത്തമൗജനെ എല്ലാവരെയും ഇതേ രീതിയിൽ ദൃഷ്ടദ്യുമ്നനെ കൊന്ന പോലെ ചവിട്ടിക്കൊല്ലും. അങ്ങനെയാണ് യുധാമന്യുവും ഉത്തമൗജാസും മരിക്കുന്നത്. അപ്പൊ അവിടെ കിടന്ന 5 പേര് ആരായിരുന്നു? പാണ്ഡവരല്ലായിരുന്നു അല്ലെ? പാണ്ഡവരവിടെ ഇല്ല. പിന്നെ ആരായിരുന്നു? ദ്രൗപദിയുടെ 5 കുട്ടികളായിരുന്നു അവിടെ കിടന്നത്. അപ്പൊ ആ 5 പേരെ കൊന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഓരോരോ ശിബിരത്തിൽ കയറി എല്ലാ യോദ്ധാക്കളെയും കൊന്നു. എന്നിട്ട് തിരിച്ച് പോകാൻ നേരത്ത് വിചാരിക്കും, ഓ ഞാൻ തല വെട്ടിക്കൊണ്ടല്ലോ എന്നും പറഞ്ഞ് തിരിച്ച് ആ പാണ്ഡവരുടെ ആ ശിബിരത്തിൽ കയറി ഈ പാണ്ഡവരുടെ 5 തലയും വെട്ടി. അപ്പൊ മനസ്സിലാകും അശ്വത്ഥാമാവിന് എനിക്ക് തെറ്റ് പറ്റിയതാണ്, ഇത് പാണ്ഡവരല്ല എന്നുള്ളത് മനസ്സിലാകും. പക്ഷേ സാരമില്ല, ദുര്യോധനൻ മരിക്കാൻ കിടക്കുകയല്ലേ, അപ്പം മനസ്സിലാവില്ലായിരിക്കും എന്ന് വെച്ചോണ്ട് ഈ 5 തലയും എടുത്തോണ്ട് ദുര്യോധനന്റെ അടുക്ക ചെല്ലും. അപ്പൊ ദുര്യോധനന് ഇങ്ങനെ ആ തലയിൽ ഇങ്ങനെ തൊട്ടു നോക്കുമ്പോ മനസ്സിലാവും ഇത് പാണ്ഡവരല്ല, പാണ്ഡവരുടെ മക്കളാണ്, യങ് തലകളാണെന്ന് മനസ്സിലാക്കും. അപ്പം കഷ്ടം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് മരിക്കും ദുര്യോധനൻ. അപ്പൊ ദുര്യോധനന് ഇത്രയും ക്രൂവൽ ആയിട്ട് പോലും ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ കൊല ചെയ്തതിൻ്റെ അഭിപ്രായമില്ലായിരുന്നു ദുര്യോധനനും. അപ്പൊ അങ്ങനെയാണ് ഈ 5 പാണ്ഡവരുടെ മക്കള് മരിക്കുന്നത്. അപ്പൊ ഈ വേഴ്സിൽ പറയുന്ന എല്ലാവരും മരിച്ചു കൊടുക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് പക്ഷെ നമ്മൾ ഈ യുധാമന്യു ഉത്തമൗജാസ് അവർക്കൊക്കെ എന്താ പ്രാധാന്യമുള്ളത് ഈ ഇത്ര പറയാൻ മാത്രം എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷെ ഭഗവാന്റെ പദ്ധതിക്ക് വേണ്ടിയാണ് ഇവരെല്ലാവരും ഒരു ഉപകരണമായി ഭഗവാന്റെ പദ്ധതി നടപ്പിലാക്കാൻ. അത് ആണ് അവരുടെ ഇമ്പോർട്ടൻസ്. അപ്പം നമ്മൾ ഭഗവാന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ആകുകയാണെങ്കിൽ, നമ്മൾ ഒരു ഉപകരണമാകുകയാണെങ്കിൽ അത് നമ്മളുടെ കീർത്തി വർദ്ധിക്കും. ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ അല്ലെ, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന്. അപ്പം ഭക്തന്മാരെ ഉദ്ധരിക്കാനും ഈ ദുഷ് എന്ന് പറഞ്ഞാൽ ചീത്ത, കൃത എന്ന് പറഞ്ഞാൽ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നയാൾ അല്ലെ, കൃത എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ. അപ്പൊ ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നവരെ സംഹരിക്കാനും വേണ്ടിയാണ് ഭഗവാൻ. എന്നിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കണം. ഈ ദുഷ്കൃതികളെ എല്ലാം കൊല്ലുകയും ഭക്തന്മാരെയൊക്കെ സംരക്ഷിക്കുകയും ചെയ്യുമ്പം നാച്ചുറലി ധർമ്മം പുനഃസ്ഥാപിക്കാൻ പറ്റും അല്ലെ. അങ്ങനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ എല്ലാ യുഗങ്ങളിലും വരുന്നത് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പം ഭഗവാന്റെ ഉദ്ദേശം എന്തായിരുന്നു, ഭഗവാന്റെ പദ്ധതി എന്തായിരുന്നു, പ്ലാൻ എന്തായിരുന്നു? ഇതുപോലെ എല്ലാ ആസുരിക വേണം എന്നില്ല കേട്ടോ, എല്ലാ ആസുരികമാര് മാത്രമല്ല, എല്ലാ പവർഫുൾ രാജാക്കന്മാരെ ഒന്നിച്ചു കൊണ്ടുവന്നു കുരുക്ഷേത്രത്തിൽ. എന്നിട്ട് അവരെ എല്ലാരെയും കൊന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പവർഫുൾ ആൾക്കാരെ? കുറേ കൂടുതൽ നമുക്ക് പവർ കിട്ടുമ്പോൾ നമുക്ക് അഹങ്കാരം താനെ വരും അല്ലെ. അപ്പൊ ഇപ്പം തൽക്കാലം അവർക്ക് അഹങ്കാരം ഇല്ലെങ്കിലും അവർക്ക് താനെ അഹങ്കാരം വരും എന്ന് ഭഗവാൻ അറിയാവുന്ന കൊണ്ടാണ്. ഭഗവാൻ അറിയാമല്ലോ എല്ലാം, ഫ്യൂച്ചർ എല്ലാം ഭഗവാൻ അറിയാം. അപ്പൊ ആരൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളവരായി തീരുന്നത് എന്ന് കണക്ക് ആക്കിയാണ് അവരെ എല്ലാരെയും കൊന്നത്. എന്നിട്ട് ഇതിനാണ് പറയുന്നത് നിർബന്ധ കൃഷ്ണ സംബന്ധേ എന്ന് പറഞ്ഞാല് കൃഷ്ണന്
സംബന്ധിക്കുന്ന കൃഷ്ണനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ എല്ലാവരും പ്രവർത്തിക്കാൻ, കൃഷ്ണന് അനുയോജ്യമായ, കൃഷ്ണന് ഇച്ഛ അനുസരിച്ച് വേണം നമ്മൾ എല്ലാവരും പ്രവർത്തിക്കാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇപ്പം നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു 7 അക്ഷൗഹിണിയാണ് പാണ്ഡവർക്കും 11 അക്ഷൗഹിണി കൗരവർക്കും. അതിൽ ബാക്കി അവശേഷിച്ച ആൾക്കാരും നമ്മൾ പറഞ്ഞു എത്ര പേരെന്ന്. 8 പേര് പാണ്ഡവരുടെ സൈഡിലും 4 പേര് കൗരവരുടെ സൈഡിലും. അത് ആരൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചിരുന്നു, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 8 പേര് പാണ്ഡവരുടെ സൈഡ്, 5 പാണ്ഡവര്, കൃഷ്ണന്, സാത്യകി എന്ന് പറയുന്ന യുയുധാന, നമ്മൾ ആദ്യം ഒരു ശ്ലോകത്തിൽ പറഞ്ഞാണ് യുയുധാന. പിന്നെ യുയുത്സു. ശരിക്കും യുയുത്സുവിന്റെ കഥ എന്ന് പറഞ്ഞാൽ, യുയുത്സു ധൃതരാഷ്ട്രന്റെ ഒരു മെയ്ഡ് സെർവൻറ്റിൽ നിന്നുണ്ടായ കുട്ടിയാണ് യുയുത്സു. അപ്പം ഈ വോർ തുടങ്ങുന്നതിന് മുമ്പ് യുധിഷ്ഠിരൻ പോയി ഭീഷ്മരുടെയും ദ്രോണാചാര്യരുടെയും കൃപാചാര്യരുടെ ഒക്കെ പാദം തൊട്ട് നമിച്ചല്ലോ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയും, ഇനി എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയാണ് കൗരവ സൈന്യത്തിലുള്ള ആർക്കെങ്കിലും ഇത് മാറി ഞങ്ങളുടെ സൈഡിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് യുവർ ലാസ്റ്റ് ചാൻസ്, നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞപ്പം യുയുത്സു എന്ത് ചെയ്തു, അവിടെ നിന്ന് പാണ്ഡവരുടെ സൈഡിലോട്ട് വന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ പാണ്ഡവരുടെ സൈഡിൽ ജീവിച്ചിരിക്കുന്നവരുടെ പേര് പറയുന്നതിന്റെ കൂട്ടത്തിൽ യുയുത്സു. അപ്പൊ യുയുത്സു ഈ ഇത് വോറിൽ നിന്ന് കൊല്ലപ്പെട്ടില്ല, ജയിച്ചു, ജീവിച്ചിരുന്നു. പിന്നെ ഇനി കൗരവരുടെ സൈഡിൽ 4 പേരെന്ന് പറയുന്ന നമുക്ക് ഓൾറെഡി 3 പേരെ അറിയാം. അശ്വത്ഥാമാവ്, കൃതവർമ്മ, പിന്നെ കൃപാചാര്യ. പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, അത് വൃഷകേതു എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ യുദ്ധത്തില് പറ്റിയ. നമ്മൾക്കറിയാം അർജുനന് ആദ്യം ഫൈറ്റ് ചെയ്യണം എന്നില്ലായിരുന്നു അല്ലേ. ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഫൈറ്റ് ചെയ്യാൻ തന്നെ വന്നതാണ്. എന്നിട്ട് കൃഷ്ണന്റെ അടുക്കൽ ഇനി കുറച്ച് ഇതും കൂടെ കഴിയുമ്പോൾ കൃഷ്ണന്റെ അടുക്കൽ പറയും, ആരൊക്കെയാണ് എതിർ പാർട്ടിയിലുള്ളതെന്ന് എനിക്കൊന്ന് കാണണം. അപ്പൊ ഈ രഥത്തിനെ ഈ 2 ആർമികളുടെ നടുക്ക് കൊണ്ട് നിർത്താമോ എന്ന് ചോദിക്കും. അപ്പൊ അവിടെ കൊണ്ട് നിർത്തുമ്പം അർജുനൻ എല്ലാരെയും ഇങ്ങനെ നോക്കുമ്പോ ആരാണ് അവരെല്ലാം? എൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. അപ്പം എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. എന്നിട്ട് ആ ഗാന്ധീവമൊക്കെ താഴെ വെച്ച് ആ രഥത്തിന്റെ സീറ്റിൽ ഇരുന്നിട്ട് പറയും, കൃഷ്ണ ഞാൻ ഫൈറ്റ് ചെയ്യുന്നില്ല, ഗോവിന്ദ ഐ വിൽ നോട്ട് ഫൈറ്റ് എന്ന് പറയും. അപ്പൊ കൃഷ്ണൻ എന്താ പറയുന്നത്? കൃഷ്ണൻ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് 11ാമത്തെ ചാപ്റ്ററില് 31ാമത്തെ വേഴ്സിൽ പറയുന്നുണ്ട് ഭഗവാൻ, നിമിത്തമാത്രം ഭവസവ്യസാച്ചി എന്ന്. നിമിത്തം മാത്രമായാ മതി, നീ ഒരു ഇൻസ്ട്രുമെന്റ് ആയാ മതി, നീ ഒരു ഉപകരണം, എൻ്റെ ഒരു ഉപകരണമായാ മതി. ഈ കൊല്ലണ്ടവരെയൊക്കെ ഞാൻ കൊന്നു കഴിഞ്ഞു, ഇനി കൊല്ലാൻ ആരുമില്ല. അത് കാരണം നീ എൻ്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആയി നീ അവരെ ഫിസിക്കലി കൊല്ല, ഞാൻ ഓൾറെഡി അവരെ കൊല്ലണം എന്ന് നിശ്ചയിച്ച് കഴിഞ്ഞു. ഇനി നീ ഫിസിക്കലി കൊന്നാല് നിനക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടും. നീ ഞാൻ പറയുന്ന പോലെ കേട്ടാല് നിനക്കായിരിക്കും അതിൻ്റെ ക്രെഡിറ്റ്. ഈ കൗരവർ ഇത്രയും വലിയ 11 അക്ഷൗഹിണിയായ കൗരവരെ മുഴുവനും കൊന്നെന്നുള്ള ക്രെഡിറ്റ് നിനക്ക് കിട്ടും. അതുകൊണ്ട് നീ എൻ്റെ സവ്യസാച്ചി എന്ന് പറഞ്ഞാല് അത് അർജുനന്റെ ഒരു വേറെ പേരാണ്. എന്ന് വെച്ചാൽ ഹൂ ഈസ് വെരി പവർഫുൾ ഇൻ ആർച്ചറി എന്നുള്ള അർത്ഥമാണ്. അപ്പം ഈ വില്ലാളി വീരൻ എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പൊ നീ നിമിത്തം മാത്രം ഭവ എന്ന് വെച്ചാൽ യു ബിക്കം, എൻ്റെ ഇൻസ്ട്രുമെന്റ് ആവ് എന്ന് പറയാണ്. യു ബിക്കം ദ കോസ്. നിമിത്തം എന്ന് വെച്ചാൽ മലയാളവും വാക്കല്ലേ, നിമിത്തം മാത്രം എന്നുള്ളതും മലയാളം വാക്ക് തന്നെയാണ്. അപ്പൊ നിമിത്തം മാത്രം നീയാക്
ഈ വാർ ഫീൽഡിലുള്ള എല്ലാവരും ലിബറേറ്റഡുമായി. എന്നിട്ട് എനിമിയാണോ അതോ ഫ്രണ്ട് ആയിരുന്നോ കൃഷ്ണന്റെ എന്ന് കൃഷ്ണൻ നോക്കിയിട്ടില്ല. എല്ലാവർക്കും മുക്തി കൊടുത്തു. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള മുക്തി എല്ലാവർക്കും കൊടുത്തു. നമ്മൾ ശിശുപാലന്റെ കഥയും കേട്ടു അല്ലെ. ശിശുപാലന് സുദർശന ചക്ര വെച്ച് കൊന്നു. പക്ഷേ ആ ആത്മാവ്, ശിശുപാലന്റെ ആത്മാവ് ഭഗവാനിലോട്ട് കയറി പോകുന്നത് എല്ലാവരും കണ്ടു. ആ രാജസൂയ യജ്ഞത്തിൽ വന്ന് പങ്കെടുത്ത എല്ലാവരും കണ്ടു. ഒരു ജ്യോതിര് ശിശുപാലന്റെ ബോഡിയിൽ നിന്ന് ഭഗവാനിലോട്ട് കയറി പോകുന്ന സായുജ്യ മുക്തി എന്ന് പറയും. അപ്പൊ അത് എല്ലാവരും കണ്ടതാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പൂതനയുടെ കഥ അറിയാം. പൂതന എന്തിനാണ് വന്നത്? കൃഷ്ണനെ കൊല്ലാൻ അല്ലെ. എങ്ങനെയാ കൊല്ലുന്നത്? പാല് കൊടുത്ത്, ബ്രസ്റ്റ് മിൽക്ക് കൊടുത്താണ് കൊല്ലുന്നത്. അതിൽ വിഷം വെച്ചിട്ട് കുഞ്ഞിന് പാല് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു. എന്നിട്ട് ഭഗവാൻ എന്നിട്ട് ആ പൂതനെ കൊന്നു അല്ലെ. പാല് കുടിച്ച് ആ ലൈഫ് എയറും കൂടി കുടിച്ചെടുത്തു. എന്നിട്ട് അങ്ങനെ പൂതന മരിക്കുന്നു. പക്ഷെ പൂതനയ്ക്ക് എന്താ മുക്തി കൊടുത്തത്? ഗോലോകത്ത് എന്നിട്ട് എന്താകുന്നത്? ധാത്രിയുടെ സ്ഥാനം. ധാത്രി എന്ന് പറഞ്ഞാൽ നേഴ്സ് എന്നുള്ള അർത്ഥമാണ്. എന്ന് വെച്ചാൽ അമ്മയുടെ സ്ഥാനമാണ്. 5 അമ്മമാരാണോ അമ്മമാര് ഉണ്ടെന്ന് പറയുമേ. ഞാൻ ഇവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. 7 അമ്മമാര്. ആരൊക്കെയാ? നമ്മുടെ സ്വന്തം അമ്മ, പിന്നെ ഈ ധാത്രി നേഴ്സ്, നമ്മളെ കുഞ്ഞായിരിക്കുമ്പോ നേഴ്സ് ചെയ്യുന്ന ആ ലേഡി, പിന്നെ ഗുരുവിന്റെ ഭാര്യ, പിന്നെ എന്താ ഗോമാത, ഗോമാത, പിന്നെ ഭൂമിദേവി, രാജപത്നി. 6 ഇനി ഒന്നും കൂടിയുണ്ട്. ഭൂമിദേവി ഞാൻ പറഞ്ഞു. ബ്രാഹ്മണരുടെ ഭാര്യ. അപ്പൊ അങ്ങനെ 7 പേര്. ഞാന് ഇത് മോളിൽ എഴുതി വെച്ചാലേ ഞാൻ കാണുള്ളൂ. ഇതിന്റെ അകത്ത് കുറെ ഇങ്ങനെ കുഞ്ഞാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടെയാ എഴുതി വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തു പൂതനയ്ക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഇത്രയും ശത്രുവായിട്ട് പെരുമാറിയ അവർക്ക് പോലും ഇങ്ങനെയൊരു പൊസിഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഭഗവാനുമായിട്ട് ഫ്രണ്ടായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ സഖ്യത്തിലോ ദാസ്യത്തിലോ വാത്സല്യത്തിലോ മാധുര്യത്തിലോ ബന്ധപ്പെടുന്ന ഭഗവാനുമായിട്ടെന്ന് വെച്ചാൽ എന്തൊരു വെൽക്കം ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്ന അല്ലേ. ഗോലോകത്ത് പോകുമ്പോ അല്ലെ, റെഡ് കാർപ്പറ്റ് വിരിച്ചായിരിക്കും നമ്മളെ ഗോലോകത്തിന്റെ അകത്തോട്ട് കയറ്റുന്നത്. ജസ്റ്റ് ഇമാജിൻ. എന്നിട്ടാണ് നമ്മള് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈ ഭൂമിയിലുള്ള എല്ലാത്തിലും നമ്മൾ ഭ്രമിച്ചിരിക്കുന്നത് അല്ലെ. ഈ ഇന്നലെയുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ് മുഹ്യന്തി യത് സൂര്യയഃ. ഞാൻ ഈ സംസ്കൃത വാക്കൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കത് തലയിലിരിക്കാൻ വേണ്ടിയേ. മുഹ്യന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ബിവിൽഡേർഡ് ആവുന്നു, നമ്മൾ അതിൽ ഭ്രമിച്ചു പോകുന്നു. ഏതിലൊക്കെയാ? തേജോ വാരി മൃതാം. തേജോ എന്ന് പറയുന്ന അഗ്നി, വാരി എന്ന് പറയുന്ന വെള്ളം, മൃതാം എന്ന് പറയുന്നത് ഭൂമി അല്ലെ എർത്ത്, മണ്ണ്. ഈ 3 സാധനങ്ങൾ കൊണ്ടാണ് ലോകത്തുള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ. നമ്മൾ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുമ്പോഴും അത് ഈ 3 സംഗതിയാണ് വെച്ചുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഓക്കെ, വായു, ആകാശം, ഈതർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മെയിൻ എലിമെന്റ്സ് ഈ 3 അപ്പൊ ഈ എന്ത് സംഗതി നമ്മളെ ഭ്രമിപ്പിക്കുന്നോ, ഒരു കാറായാലും ഒരു വീടായാലും എന്തിനെ നമ്മൾ ഭ്രമിപ്പിക്കുന്നോ അത് നമ്മൾ മനസ്സിലാക്കണം ഈ 3 സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നോൺ ലിവിങ് ആയിട്ടുള്ള ഈ 3 പദാർത്ഥങ്ങളാണ് അതിലുള്ളത്. ഇത്ര വളരെ ഭ്രമിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക്? ഈ ഭൂമിയിൽ ഭൗതിക ലോകത്തുള്ള എല്ലാം ഇതാണ്. അതുകൊണ്ട് അതില് വളരെ അതില് ആസക്തരാകേണ്ട കാര്യമില്ല. ശരിക്കും ആസക്തരാകേണ്ട ഏതിലോട്ടാണ്, ആരിലോട്ടാണ്?
നമ്മളുടെ ഉള്ളില് നമ്മളുടെ സുഹൃത്തായിട്ട് എല്ലാ ജന്മങ്ങളും, നമ്മൾ മില്യൺസ് ഓഫ് ജന്മങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്നിട്ട് മില്യൺസ് ആൻഡ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ലൈഫ് ടൈംസ് കഴിഞ്ഞു. ഈ എല്ലാ ലൈഫ് ടൈമിലും, അത് നമ്മൾ മനുഷ്യരായിരിക്കുമ്പോഴും നമ്മൾ പുഴുവായിരിക്കുമ്പോഴും നമ്മൾ ഈ മലത്തിൽ കാണുന്ന കൃമിയാകുമ്പോഴും ആരുണ്ട് നമ്മളുടെ കൂടെ? ഭഗവാന്. എന്തിനാ ഭഗവാൻ അങ്ങനെ ആ ആത്മാവിൻ്റെ കൂടെ പരമാത്മാവായിട്ട് അവിടെ ഇരുന്ന് കാണുകയാണ്? നമ്മൾ ഇരുന്ന് കഴിക്കുന്നത് ഈ ഭൗതിക ലോകത്തിലെ സംഗതികളിലൊക്കെ ആസക്തരായിട്ട് അതിൻ്റെ ഫലങ്ങൾ നമ്മൾ കഴിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ശ്വേതോപനിഷത്തിൽ പറയുന്നുണ്ട്, നമ്മളുടെ ശരീരം എന്ന് പറയുന്ന ഒരു മരമാണ്. അതിൻ്റെ അകത്ത് 2 കിളികളുണ്ട്, ആത്മാവും പരമാത്മാവും. ആത്മാവ് എന്ത് ചെയ്യുന്നു? ഈ ഫലങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ വൃക്ഷത്തിൻ്റെ ആ ഫലങ്ങൾ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ ഭൗതിക ലോകത്തുള്ള നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന എന്തിനാ? ഒരു ഫലത്തിന് വേണ്ടി, അല്ലേ? ആ ഫലം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറന്നു പോകുന്നു. തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ സുഹൃത്താണ്. നമ്മൾ നമ്മൾ മുഖം തിരിച്ച് ആ സുഹൃത്തിനെ അംഗീകരിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സുഹൃത്ത്. എപ്പോഴെങ്കിലും ഒരു ഹാഫ് തിരിഞ്ഞാൽ മതി, ബാക്കി ഭഗവാൻ ഏറ്റു. എന്നാൽ പോലും നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ ഈ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധം നമ്മൾക്ക് ഇല്ലാതെ നമ്മൾ ആ ഫൊർഗെറ്റ്ഫുൾനെസ്സിൽ നമ്മൾ ഭൗതിക ലോകത്തിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. തേജോ വാരി മൃതാം, അതില് മുഹ്യന്തിയായിട്ടിരിക്കുകയാണ് ഈ സൃഷ്ടി. അതാണ് തേജോ വാരി മൃതാം യഥോ വിനിമയോ എത്ര ത്രിസർഗോ മൃഷ. ഈ ക്രിയേഷൻ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഈ 3 വസ്തുക്കൾ കൊണ്ടാണ്. 3 അല്ല 5 വസ്തുക്കൾ. അതിൽ പ്രാധാന്യം കൂടുതലുള്ള ഈ 3 വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾക്ക് തോന്നുന്നു അതെല്ലാം ഫാക്ച്വൽ ആണെന്ന്. അമൃഷ എന്ന് പറഞ്ഞാൽ അതെല്ലാം നമുക്ക് തോന്നുന്നു ഈ 3 കാര്യം കൊണ്ടുണ്ടാക്കിയ ക്രിയേഷൻ ഇതെല്ലാം സത്യമാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നു. ഇതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് തോന്നുന്നു, അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന്. ഇതൊക്കെ റിലേറ്റീവ് ട്രൂത്ത് ആണ്. ഈ ഭൗതികതയിൽ ഇരിക്കുമ്പം അതൊക്കെ സത്യം എന്ന് തോന്നുന്നതാണ്. അതാണ് ഇവിടെയും ഭഗവാൻ പറയുന്നത്. ഭഗവാൻ കാണിച്ചു തരുന്നു നമ്മളെ. എത്ര കാരുണ്യവാനാണ് ഭഗവാൻ എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. എനിക്ക് എനിമീന്നോ ഫ്രണ്ടെന്നോ ഒന്നും എനിക്ക് വ്യത്യാസമില്ല. നിങ്ങൾ എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ്. നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്ക് 3 or 4 കുട്ടികളുണ്ടെന്നിരിക്കട്ടെ, ഒരാൾക്ക് കുറച്ച് ക്ഷീണമാണ്, ബാക്കിയുള്ളവരെ 2 പേരെ വെച്ചെന്ന് വെച്ചാൽ നമ്മൾ അവരോട് കൂടുതൽ സ്നേഹം കാണിക്കും, അല്ലേ? നമ്മളുടെ മനസ്സ് മുഴുവനും അവരുടെ അടുത്താണ്. അയ്യോ ആ കുഞ്ഞിങ്ങനെയാണല്ലോ എന്നും പറഞ്ഞ് നമ്മൾക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്ന ആ കുഞ്ഞിനോടാണ്, അല്ലേ? എന്തുകൊണ്ടാണ്? എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ മക്കളെ ഒരുപോലെ സ്നേഹിക്കുന്നു. അവര് ശത്രുവായാലും മിത്രമായാലും അവർക്ക് നല്ല കാലമാണ് ചീത്തക്കാലമാണെങ്കിലും നമ്മൾക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയാണ്. അതുപോലെയാണ് ഭഗവാൻ നമ്മുടെ അച്ഛനാണ്, അല്ലേ? നമ്മളൊക്കെ ഭഗവാന്റെ മക്കളാണ്. അപ്പം ഭഗവാന് എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. അവര് ശത്രുവായിട്ട് ഭഗവാനോട് കാണിച്ചാലും അല്ല സ്നേഹത്തോട് ഭഗവാന്റെ അടുത്ത് കൂടിയാലും ഭഗവാന് അവരെല്ലാവരും ഒരുപോലെയാണ്. എന്നിട്ട് എല്ലാ ജന്മങ്ങളിലും അവര് കൃമിയായി പോയത് എന്തുകൊണ്ടാണ് കൃമിയായത്? അവരുടെ തന്നെ ദുഷ്പ്രവർത്തികൾ കൊണ്ടല്ലേ അവർ കൃമിയായിപ്പോയി. പക്ഷെ അപ്പോഴും ഭഗവാൻ നിൽക്കുകയാണ്. നീ ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക്, ഞാൻ നിന്നെ ഈ മലത്തിൽ നിന്ന് ഞാൻ ഉയർത്തിയെടുക്കാം എന്ന് പറയുകയാണ് ഭഗവാന്. അപ്പം അതാണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ലെസൺ ഈ ശ്ലോകത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അവരെ എല്ലാരെയും കൊന്നു അശ്വത്ഥാമാവ്. പിന്നെന്താ? അപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? എല്ലാവർക്കും ഭഗവാന് ഇത് കൊടുത്തു, അല്ലെ? ലിബറേഷൻ കൊടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഭഗവാൻ ഇംപാർഷ്യൽ അല്ല, ഭഗവാന് പക്ഷഭേദമില്ല, എല്ലാവരും ഒരുപോലെയാണ് എന്ന് കാണിക്കുന്നു. പക്ഷെ നമ്മൾ കാണാറുണ്ട് ദേവന്മാര് സൈഡ് ഭഗവാൻ നിന്നിട്ട് അസുരന്മാരെ കൊല്ലുന്നു, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലെ?
ഒരു വിധത്തിൽ അത് അങ്ങനെ അവരെ കൊല്ലേണ്ട ആവശ്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇതുപോലെ ദുഷ്കൃതരായിട്ടുള്ളവരെ കൊന്നാലേ നടക്കുള്ളൂ. അതിനുവേണ്ടി കൊല്ലുന്ന, പക്ഷെ അവർക്ക് ലിബറേഷൻ തന്നെയാ കൊടുക്കുന്നത്. ഈ ഒരു ജന്മം ഔട്ട് ഓഫ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ലൈഫ് ടൈം, ഒരു ലൈഫ് ടൈം കൊല്ലുന്നു അവരെ. എന്തിനാ? അവർക്ക് നല്ലത് വരാൻ വേണ്ടി. അപ്പൊ ഭഗവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്താലും നമ്മളെ കൊന്നാലും അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് ഫോർ അവർ ഗുഡ്. ഈ ദുഷ്കൃതികളെ പിന്നെയും ജീവിച്ചിരുന്നാല് അവർ പിന്നെയും ചെയ്യുന്നത് ചീത്ത പ്രവർത്തികളാണ്. അവരുടെ ബാഗേജ് ഓഫ് ദുഷ്കർമ്മങ്ങള് കൂടി വരുന്നു. മേരുവിന്റെ ഇരട്ടി ഹൈറ്റ് വെക്കുന്നു അല്ലെ. അത്രയും നമ്മള് കൂടുതൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് അവരെ കൊല്ലുന്നത്. കൊല്ലുമ്പോ അത്രയും കൊണ്ട് തീർന്നില്ലേ? അത്രയും ദുഷ്കർമ്മമല്ലേ ചെയ്തുള്ളൂ. എന്നിട്ട് പുതിയൊരു ശരീരം കൊടുക്കുകയാണ്, പുതിയൊരു ചാൻസ് കൊടുക്കുകയാണ്. നീ ഈ ജന്മം നല്ലവ് എന്ന്, ഈ പഴയതൊക്കെ വിട്, നീ ഈ ജന്മമെങ്കിലും നന്നായി വാ എന്നുള്ള മെസ്സേജാണ് ഭഗവാന് അവർക്ക് കൊടുക്കുന്നത്. അവരെ ലിബറേറ്റ് ചെയ്യുന്നതോടെ അവരെ ശുദ്ധീകരിക്കുകയാണ്. ഈ വാറില് അവര് ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ പ്രസൻസിലാണ് മരിക്കുന്നത്. എന്താണ് പറയുന്ന ഭഗവത്ഗീതയിൽ 8.5 നീ അന്ധകാലം, നീ മരിക്കുന്ന സമയം, നിന്റെ ഈ ശരീരം വിടുന്ന സമയത്ത് നീ എന്നെ ഓർക്കുക എന്ന് പറയുന്നു അല്ലെ. ഇവര് ഓർക്കുക മാത്രമല്ല, മുമ്പിൽ കണ്ടോണ്ട് മരിക്കുന്നു. അപ്പൊ അവർക്ക് എന്താ കിട്ടുന്നത്? നീ എന്റെ ധാമത്തിൽ വരും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ ഉദ്യോഗം എന്തായാലും, നമ്മൾക്ക് ഈ വേൾഡിൽ കുറേ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ചെയ്യേണ്ടതായ റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ട്. ഒരു അമ്മയായാൽ എന്താ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുക. നമ്മൾക്ക് ജോലി ചെയ്യാൻ ആവശ്യമുണ്ട്, നമുക്ക് പണം ആവശ്യമുണ്ട്, നമുക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ആ ജോലിയിലും നീ ചെയ്തോ. നീ ഒരു ഫൈറ്ററാണോ, നീ ആർമിയിലാണോ വർക്ക് ചെയ്യുന്നത്, ചെയ്യ്, ഫൈറ്റ് ചെയ്യ്. നീ ഒരു ബിസിനസ്മാൻ ആണോ, ചെയ്യ്, ബിസിനസ് ചെയ്യ്. എന്ത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്തോ. പക്ഷേല് അത് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഭഗവാനെയും കൂടി ചിന്തിക്കണം, ഭഗവാന് വേണ്ടി ചെയ്യണം. ഈ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതും നമ്മൾ ഡൗറ്റെയിൽ ചെയ്യാൻ പറയും. ഡൗറ്റെയിൽ എവ്രിതിങ് വിത്ത് കൃഷ്ണ എന്ന് പറയും. ഡൗറ്റെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എഴുതി വെച്ചിരുന്നല്ലോ, എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക എന്നുള്ള അർത്ഥമാണ്. ക്രോഡീകരിക്കുക, അതിന്റെ അർത്ഥം എനിക്കറിയില്ല, ചിലപ്പോ ഇവിടെ യൂസ് ചെയ്യേണ്ടല്ലായിരിക്കും. എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഭഗവാനെയും കൂടെ അതില് ഉൾപ്പെടുത്തണം, അങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾക്ക് ശമ്പളം കിട്ടുമ്പം അതിൽ ഒരു കുറച്ച് തുക നമ്മൾ എല്ലാം കൊടുക്കാൻ പറ്റില്ല. രൂപഗോസ്വാമിയൊക്കെ അത് ആചാര്യന്മാരാണ്, വൈഷ്ണവ ആചാര്യന്മാരാണ് നമ്മുടെ പരമ്പരയിൽ തന്നെ. ആ ആചാര്യൻ ചെയ്ത് കാണിച്ചു തന്നത് 50% നമ്മൾ ഭഗവാന് കൊടുക്കണം എന്ന്. നമുക്ക് അപ്പൊ ബാക്കിയുള്ള 50% വെച്ച് ചിലപ്പോൾ ജീവിക്കാൻ തന്നെ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ആവണം. ഈ നമ്മൾക്ക് നല്ലോണം ജീവിക്കാൻ വേണ്ടി എത്ര പൈസ വേണം, എത്ര നമുക്ക് മിച്ചം വെക്കാം, എത്ര നമുക്ക് ഭഗവാന് കൊടുക്കാം. നമ്മൾ സന്തോഷത്തോടെ നമ്മൾ 5 രൂപ കൊടുത്താലും ഭഗവാൻ നോക്കുന്ന എന്താണ്? നമ്മളുടെ ഭാവം, ഏത് ഭാവത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അല്ല അതിൻ്റെ വാല്യൂ അല്ല. ഭഗവാൻ 5 രൂപയായാലും എന്താ, 5 ലക്ഷം രൂപയായാലും എന്താ, വല്ല ഡിഫറൻസും ഉണ്ടോ? ഭഗവാൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ കൊടുക്കുന്ന എന്തിനാ? ആ ഭാവം ഭഗവാൻ നോക്കുന്നു. അതുകൊണ്ടാണ് 9ാമത്തെ അധ്യായത്തിൽ 26ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? നിങ്ങള് ഫലം, തോയം, വെള്ളമായാലും ഇലയായാലും ഒരു ഫ്രൂട്ടായാലും എന്തായാലും നിങ്ങൾ തന്നോ. ഇതെല്ലാം എപ്പോഴും കിട്ടുന്നതാണ്. ഈ എത്ര പാമരനായിട്ടുള്ള ആൾക്കാർക്കും കിട്ടുന്നതാണ് ഈ സാധനങ്ങൾ അല്ലേ. ഒരു പുഷ്പം, എവിടെ നിന്ന് വേണമെങ്കിലും ഒരു പുഷ്പം പറിച്ചുകൊണ്ട് വരാം. അല്ലെങ്കിൽ ഫലം, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്, അല്ലെങ്കിൽ വെള്ളം, ഇതൊക്കെ എല്ലായിടവും കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഒരു ലീഫ്, ഒരു തുളസി ഇല കൊണ്ട് ഭഗവാന് വെച്ചാല് ഭഗവാന് വളരെ സന്തോഷമായിട്ട് അത് എടുക്കും. എന്തുകൊണ്ട്? എങ്ങനെ വേണം കൊടുക്കാന്? ഭക്തിയോടെ കൊടുക്കണം, നമ്മള് സ്നേഹത്തോടെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ അത് വാങ്ങും. ഒരു സ്ഥലം തന്നെ ഭഗവാന് ഡൊണേറ്റ് ചെയ്യുക,
ടെമ്പിൾ കെട്ടാനോ വല്ലതും ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ ഈക്വൽ ഇത് ഭഗവാന് ഒരു തുളസിയില വെക്കുന്ന ഒരാൾക്കും കൊടുക്കും. ആ ഭാവം മാത്രമേ ഭഗവാൻ നോക്കുന്നുള്ളൂ. ഭാവിഗ്രാഹി ജനാർദ്ദന എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ജനാർദ്ദനൻ നോക്കുന്നത് എന്താണ്? ആ ഭാവമാണ് എടുക്കുന്നത് ഭഗവാന്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലെസന്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. 7th ശ്ലോകം. അസ്മാകം തൂ വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമാ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. അസ്മാകം തൂ വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമാ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഇനി ആരാണ് വായിക്കുന്നേ? നേരത്തെ വായിച്ചവരല്ലാതെ ആരെങ്കിലും കൈ ഉയർത്തുമോ? എനിക്ക് ആരാന്ന് മനസ്സിലായിട്ടില്ല. ഹരേ കൃഷ്ണ മാതാജി, വായിച്ചോട്ടെ. ആരാ? പേര് പറയൂ. സംഭവം സുധാ. സുധാ ബാല. ശരി, വായിച്ചോളൂ. ഓം ഗുരുഭ്യോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനീ നാമിനേ നമസ്തേ സരസ്വതേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പശ്ചാത്യദേശധാരുണേ. ഹരേ കൃഷ്ണ. ആരാധന. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 7. അസ്മാദം തു വിശിഷ്ടായേ താനിബോധാദിജോത്തമ നായക മമ സൈന്യസ്യ സംജാർത്ഥം താൻ ബ്രവീമിയത്. ഒന്നുകൂടെ വേണോ മാതാജി? പറയൂ. അസ്മാദം തു വിശിഷ്ടായേ താനിബോധാദിജോത്തമ നായക മമ സൈന്യസ്യ സംജാർത്ഥം താൻ ബ്രവീമിയത്. ബ്രവീമിതേ. 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 കറക്റ്റ്. ഇനി ആരെങ്കിലും ചൊല്ലുന്നോ? ഹരേ കൃഷ്ണ മാതാജി, എനിക്ക് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ റീന. ശരി ശരി. ഹാൻഡ് റേസ് ചെയ്യാൻ പറ്റാത്തവര് പറഞ്ഞാ മതി, പേരെന്താന്ന് പറഞ്ഞാ മതി. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വസുദേവായ. ശ്ലോകം 7. അസ്മാകം തോ വിശിഷ്ടായേ താനി ബോധാ ദ്വിജോത്തമാ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നെ ഒരു മിനിറ്റ്. പ്രീത മധു. കൃഷ്ണ മാതാജി, എന്റെ ആദ്യ ക്ലാസ് ആണ്. മാതാജിയുടെ ആദ്യത്തെ ക്ലാസ്സിലാണ് ചേർന്നതാണ്. ഇപ്പൊ ചേർന്നതാണ്. ആണല്ലേ? അതെ അതെ. ഈ ഇതില് ഗ്രൂപ്പിലുണ്ടോ? വാട്സാപ്പ് ഗ്രൂപ്പില് ജോയിൻ ചെയ്തിട്ടുണ്ടോ പ്രീത മാതാജി? ഇപ്പൊ മ്യൂട്ടാണ് കേട്ടോ. ഇന്ന് ചേർന്നു മാതാജി ഞാന്. ഓക്കെ. വായിക്കാൻ പറ്റുമോ മാതാജിക്ക്? വായിക്കാം മാതാജി. വായിക്കാം. അസ്മാകം തു വിശിഷ്ടായേ താനി ബോധാദിജോത്തമാ നായക മമ സൈന്യസ്യ സംജാർത്ഥം താൻ ബ്രവീമി തേ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. വെരി ഗുഡ്. നിങ്ങൾ എല്ലാരും നല്ലോണം ചൊല്ലുന്നുണ്ട്. എനിക്ക് ഇത്രയും രാഗത്തിലൊന്നും ചൊല്ലാറിയില്ല. ആരും ഒരാള് ചൊല്ലാൻ വേണ്ടി കൈ പറഞ്ഞല്ലോ. ആരായിരുന്നു അത്? അംബിക മാതാജിയാണോ? അംബിക മാതാജി എന്നാ ചൊല്ലു. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. അസ്മാകം തു വിശിഷ്ടയേ താന്യബോധാദിജോത്തമാ നായക മമ സൈന്യസ്യ സംജാർത്ഥം താൻ ബ്രവീമി തേ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ദ്വിജോത്തമ ബ്രാഹ്മണ ശ്രേഷ്ഠ. അസ്മാകം തു നമ്മുടെ വിശിഷ്ട പ്രമുഖന്മാർ ഏവരോ മമ സന്യാസ്യ എന്റെ സന്യാസത്തിന്റെ നായകന്മാർ താൻ അവരെ തേ അങ്ങേക്ക് സംജാർത്ഥം അറിയാൻ വേണ്ടി ബ്രവീമി ഞാൻ പറയാം. താൻ അവരെ നിബോധ അറിയിക്കുക. വിവർത്തനം വായിക്കണം മാതാജി. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. അതൊരു ലൈനല്ലേ ഉള്ളൂ.
ബ്രാഹ്മണോത്തമ, എന്റെ സൈന്യത്തെ നയിക്കുന്നതിനു യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ. അപ്പൊ ഈ കഴിഞ്ഞ 6 ശ്ലോകങ്ങളില് മറ്റേ എതിർ ഭാഗത്തുള്ളവരുടെ യോദ്ധാക്കൾ, അവിടെയുള്ള യോദ്ധാക്കളെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പം തിരിഞ്ഞ് ആ ക്യാമറ തിരിച്ചു, ദുര്യോധനന്റെ വീക്ഷണം തിരിച്ചിട്ട് ഇനി നമ്മളുടെ സൈന്യത്തിൽ ആരൊക്കെ ഉണ്ട് മിടുക്കന്മാരായിട്ട് ഉള്ളത് എന്ന് പറയുകയാണ്. അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈന്യത്തിൽ, നമ്മളുടെ കൂട്ടത്തിൽ വിശിഷ്ടായേ എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായിട്ടുള്ള പ്രമുഖരായ താൻ നിബോധ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു തരാം, അവരെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറയാണ്. നിബോധ എന്ന് പറഞ്ഞാല് അറിയിച്ചു തരാം. ദ്വിജോത്തമ എന്ന് പറഞ്ഞാല് ബ്രാഹ്മണരെയാണ് ദ്വിജോത്തമ എന്ന് പറയുന്നത്. ദ്വി എന്ന് പറഞ്ഞാൽ രണ്ട് ജനനമുള്ളവരെയാണ് ദ്വിജൻ എന്ന് പറയുന്നത്. ദ്വിജോത്തമ എന്ന് പറഞ്ഞാൽ ഈ ദ്വിജന്മാരിൽ ഏറ്റവും ഉത്തമനായ, ഏറ്റവും ശ്രേഷ്ഠനായ, ഇപ്പൊ ബ്രാഹ്മണരിൽ വെച്ച് ശ്രേഷ്ഠനായ ദ്വിജോത്തമ എന്ന് ആരെയാ വിളിക്കുന്ന? ദ്രോണാചാര്യരെ വിളിക്കുകയാണ്. നായക മമ സൈന്യസ്യ, എൻ്റെ സൈന്യത്തിൽ ഉള്ള, മമ എന്ന് പറഞ്ഞാൽ എൻ്റെ സൈന്യത്തിലുള്ള നായകന്മാരെ, ലീഡേഴ്സിനെ മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. സംജ്ഞാർത്ഥം എന്ന് പറഞ്ഞാൽ ഞാന് പറഞ്ഞു തരാം, ഞാൻ അറിയിക്കാം എന്ന് പറയാണ്. താൻ നിബോധം ബ്രവീമിത്തെ എന്ന് പറഞ്ഞാല് അവരെ ഞാന് അങ്ങേക്ക് പരിചയപ്പെടുത്തി തരാം, ഞാൻ പറഞ്ഞു തരാം. ബ്രവി എന്ന് പറഞ്ഞാല് ടു സ്പീക്ക് എന്നുള്ള അർത്ഥമാണ്. നൗ ഐ വിൽ സ്പീക്ക് അബൌട്ട് ദോസ് ലീഡേഴ്സ് ഇൻ മൈ സൈന്യം എന്ന് പറയുകയാണ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ, പറയൂ. ഇത് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണല്ലേ? അല്ല, ഇത് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുക്ക പറയാണ്. അത് മേ ബി ആദ്യത്തെ ക്ലാസ്സിൽ ഇല്ലായിരുന്നായിരിക്കും. ശരിക്കും ഇത് 2 കോൺവെർസേഷൻസ് കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ്. ഒന്ന് ധൃതരാഷ്ട്രരും സഞ്ജയനും, മറ്റൊന്ന് കൃഷ്ണനും അർജുനനും. അപ്പൊ ശരിക്കും ധൃതരാഷ്ട്രരുടെ അടുക്ക സഞ്ജയൻ പറയുന്നതാണ് ഇതെല്ലാം. അസ്മാകം തൂ വിശിഷ്ടായ എന്നൊക്കെ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ് ധൃതരാഷ്ട്രർക്കൽ. പക്ഷേ ഇത് ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു ദ്രോണാചാര്യരുടെ അടുത്ത് എന്നും പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പം ദ ടോക്ക് ബിറ്റ്വീൻ ദുര്യോധന ആൻഡ് ദ്രോണാചാര്യര് അത് കേട്ട സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയാണ്, ഇങ്ങനെ പറഞ്ഞു ദ്രോണാചാര്യരോട് ദുര്യോധനൻ എന്ന് പറയാണ്. അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതെല്ലാം എല്ലാം ഈവൻ ഈ 700 വേഴ്സസും ശരിക്കും സഞ്ജയൻ പറയുന്നതാണ് ധൃതരാഷ്ട്രരോട്. പക്ഷേ ഇതിന്റെ ഉള്ളില് ഓരോരുത്തവരുടെ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അത് റിപ്പീറ്റ് ചെയ്യാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട്. ഇപ്പൊ ഇത് പറയുന്നത് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുക്ക പറയാണ്. ദ്വിജോത്തമ എന്ന് വെച്ചാൽ ട്വൈസ് ബോൺ എന്നാണ് ബ്രാഹ്മണരെ പറയുന്നത്. എന്തുകൊണ്ടാണ് ട്വൈസ് ബോൺ എന്ന് പറയുന്നത്? അവർക്ക് ഒരു ജന്മം അച്ഛനും അമ്മയും കൊടുത്തു, പിന്നെ അവർ ഈ സീക്രട്ട് ത്രെഡ് ഇടില്ലേ ബ്രാഹ്മണര്, ആ സീക്രട്ട് ത്രെഡ് ഇടുമ്പോൾ അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനം കിട്ടുമ്പം അത് ഒരു ഗുരുവിനെ ചെന്ന് മീറ്റ് ചെയ്തിട്ട് ആ ഗുരു നമ്മൾക്ക് ഇനീസിയേഷൻ തരും എന്ന് പറയും. ഇനീസിയേഷൻ തരിക എന്ന് വെച്ചാൽ ആത്മീയ നോളജിന് ഒരു തുടക്കം കൊടുക്കുമ്പോൾ അതിനാണ് രണ്ടാമത്തെ ബേർത്ത് നമുക്ക് അപ്പോഴാ കിട്ടുന്നത്. ആദ്യത്തെ ബേർത്ത് അച്ഛനും അമ്മയും തരുന്നത്. രണ്ടാമത്തെ ബേർത്ത് നമുക്ക് കിട്ടുന്ന ആത്മീയ ഗുരുവിനെ സമീപിച്ചിട്ട് ആത്മീയ ഗുരുവിൽ നിന്ന് നമ്മൾക്ക് ജ്ഞാനം കിട്ടുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ ബേർത്ത് കിട്ടുന്നത്. ഇപ്പൊ കലിയുഗത്തില്
ഈ ബ്രാഹ്മണരൊന്നും നൂലിടുമ്പോൾ. ബ്രാഹ്മണരുടെ ജോലിയൊന്നും അല്ല ചെയ്യുന്നത് അല്ലേ. അവരും ഈ ഓഫീസസിലൊക്കെ പോയി ജോലി ചെയ്യാണ് വൈശ്യന്മാരെ പോലെ. അവര് ബിസിനസ് ചെയ്യുന്നുണ്ട് വൈശ്യരെ പോലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പറയുന്നത് ഈ കലിയുഗത്തിൽ വന്ന് പിറക്കുന്ന എല്ലാവരും ജനിക്കുന്ന ശൂദ്രരായിട്ടാണ് അല്ലെ. അവർക്ക് ഇഗ്നറൻസിലാണ് അവർ ജനിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് അവര് സ്കൂളിൽ പോയി പഠിക്കുകയും ഒക്കെ ചെയ്യാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് അവര് പതുക്കെ പതുക്കെ എലിവേറ്റഡ് ആകുന്നത്. ആത്മീയ ജ്ഞാനം കിട്ടുമ്പോഴത്തേക്ക് അവര് മുകളിലോട്ട് ശ്രേണിയിലോട്ട് പോകും. അവര് ക്ഷത്രിയര് ബ്രാഹ്മണര് ഒക്കെ ആവുന്നു. എന്നിട്ട് കൃഷ്ണനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കൃഷ്ണനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വൈഷ്ണവരായിത്തീരുന്നു. അത് ബ്രാഹ്മണരെക്കാട്ടിലും ഉയർന്ന പദവിയാണ് വൈഷ്ണവർക്കുള്ളത്. അങ്ങനെയാണ്. അപ്പൊ ഇപ്പം പറയാൻ ഈ ദ്രോണാചാര്യരുടെ അടുക്ക പറയാണ്, ഇനി നമ്മളുടെ സൈന്യത്തിലുള്ള നായകന്മാരെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന്. ദ്രോണാചാര്യർക്ക് അറിയാഞ്ഞിട്ടാണോ ഇത് പറയുന്നത്? അല്ല. എന്താന്ന് വെച്ചാല് ഈ സൈന്യരെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് മറ്റേ പാർട്ടിയിലെ യോദ്ധാക്കളെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്. അപ്പൊ ആ സൈന്യർക്ക് ഒരു എൻകറേജ്മെന്റ് പോലെ ഇനി നമ്മളുടെ സൈന്യത്തിലും ഉണ്ട് നല്ല മിടുക്കന്മാര് കേട്ടോ, ഇവര് എന്ന് ഇനി പറയാൻ പോവാണ്. അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി. ഓക്കെ. അപ്പം അവരുടെ മോറൽ, അവരുടെ ഒരു കോൺഫിഡൻസും എല്ലാം കൂട്ടാൻ വേണ്ടിയാണ് ഇനി അവരുടെ സൈന്യത്തിലുള്ള വലിയ നേതാക്കന്മാരെ കുറിച്ച് പറയാൻ പോകുന്നത്. പിന്നെ എപ്പോഴും ഒരു യുദ്ധത്തില് നമ്മളുടെ കൈ കരുത്തിനെക്കാട്ടിലും അതിനെക്കാട്ടിലും കൂടുതൽ ആവശ്യം നമ്മളുടെ മെന്റൽ സ്ട്രെങ്ത് ആണ്. നമ്മളുടെ മാനസിക ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ അയ്യോ അവർക്കൊക്കെ ഭയങ്കര പവർഫുൾ യോദ്ധാക്കളുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഡിജക്റ്റഡ് ആയാൽ തോക്കും എന്നുള്ളത് അപ്പോഴേ എഴുതി വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡിസ്കറേജ്ഡ് ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ് ദുര്യോധനന് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഈ അവരുടെ സൈന്യത്തിലും നല്ല ആൾക്കാരുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അവരെ എല്ലാം എൻകറേജ് ചെയ്യാണ്. നല്ലോണം ഫൈറ്റ് ചെയ്യണം. ആദ്യം മറ്റവരെ കുറിച്ച് പറഞ്ഞതും എന്തിനാണ്? നിങ്ങൾ സൂക്ഷിക്കണം, ബി കെയർഫുൾ, അവരൊക്കെ വളരെ നല്ല യോദ്ധാക്കളാണ്, ഭീമനെയും അർജുനനെ പോലെയൊക്കെ തന്നെ കരുത്തുള്ളവരാണ് അവരെല്ലാം, ചിലവരൊക്കെ മഹാരഥന്മാരാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വീര്യവാൻ എന്നൊക്കെ കുറെ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? പാണ്ഡവരെ പുകഴ്ത്തുകയല്ല ചെയ്യുന്നത്. പാണ്ഡവരെ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് പറയുന്ന, അല്ലാതെ പാണ്ഡവർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയല്ല പറയുന്ന. വീര്യവാൻ, നരപുങ്കവ എന്നൊക്കെ പറയുന്നത് ഇവർക്ക് വേണ്ടിയാണ്. ഈ കേട്ടോണ്ടിരിക്കുന്ന സൈന്യത്തിലുള്ള ആൾക്കാര് ഇതെല്ലാം കേട്ടിട്ട് യു ബി കെയർഫുൾ, അവരൊക്കെ മിടുക്കന്മാരാണ് എന്ന് വെച്ചോണ്ട് നിങ്ങൾ മോശമാണെന്നല്ല പറയുന്നത്, നമ്മളുടെ കൂട്ടത്തിലും ഉണ്ട് മിടുക്കന്മാരായിട്ട് എന്ന് പറയാണ്. എന്നിട്ട് അടുത്തതിൽ പറയും ആരൊക്കെയാണ് എന്ന്. ജന്മനാ ജായതേ ശൂദ്ര എന്ന് പറയും. എന്ന് വെച്ചാൽ ജനിക്കുമ്പോഴും നമ്മൾ ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത്. 4ാമത്തെ ക്ലാസ് ആണ് അല്ലെ. 4 വർണ്ണ ആശ്രമങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. അപ്പൊ നമ്മൾ ആരായാലും, ഈ ബ്രാഹ്മണനാണെങ്കിലും ജനിക്കുമ്പോൾ ശൂദ്രനായിട്ടാണ് ജനിക്കുന്നതെന്നാണ് പറയുന്ന ആചാര്യന്മാര്. ഈ ഇതില് നമ്മളുടെ ആത്മീയ ഗ്രന്ഥങ്ങളിലും പറയുന്ന നമ്മൾ ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത്. മെറ്റീരിയലി ഓൾസോ, ഭൗതികതയിൽ നമ്മൾ നോക്കിയാലും മെറ്റീരിയൽ ലൈഫിൽ നോക്കിയാലും നമ്മൾ ഇഗ്നറൻറ്റ്, നമ്മൾ അബോധ ഇതിലാണ്, ഫൂളിഷ് ആയിട്ടാണ് നമ്മൾ ജനിക്കുന്നത് അല്ലേ. നമുക്ക് ഒരു നോളജും ഇല്ല കുഞ്ഞായിരിക്കുമ്പം. നമ്മൾ സ്കൂളിലും ഒക്കെ പോയിട്ട് കോളേജിലും അങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ എടുക്കുമ്പോഴാണ് നമ്മൾക്ക് നോളജ് വരുന്നത്. അതുപോലെ തന്നെ സ്പിരിച്വൽ എഡ്യൂക്കേഷനും നമുക്ക്
നമുക്ക് ഒരു ആചാര്യന്റെ അടുക്ക പോയി നമുക്ക് കിട്ടിയാലേ നമ്മൾക്ക് സ്പിരിച്വലിയും അഡ്വാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗീതയില് പറയുന്നുണ്ട് കൃഷ്ണന്റെ അടുത്ത് എന്താണ് ഇപ്പം അർജുനന് കൃഷ്ണന്റെ അടുക്കല് 6-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നുണ്ട്, കൃഷ്ണ ഇപ്പൊ നമ്മള് ഫുൾ നമുക്ക് ഭക്തി യോഗയോ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗയും ഒക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? അൾട്ടിമേറ്റ് എയിം നമുക്ക് കൃഷ്ണനെ കിട്ടണം എന്നുള്ളതാണ് അല്ലെ. പക്ഷെ സപ്പോസ് നമ്മൾ കുറെ ദൂരമൊക്കെ പോയി അത് കഴിയുമ്പോൾ നമുക്ക് മടുക്കും, നമുക്ക് ഭൗതികതയിൽ നമുക്ക് അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഭൗതികയിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോകുന്നു. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് അടുത്ത ജന്മം എന്തായിത്തീരുന്നു, അവരുടെ ഇത് പോയതെല്ലാം നഷ്ടമായോ, ഇനി ഒന്നേന്ന് അവര് തുടങ്ങണോ എന്ന് കൃഷ്ണനോട് ചോദിക്കുമ്പോ കൃഷ്ണൻ പറയുന്ന എന്താണ്, അങ്ങനെയുള്ളവര് സുചീനാം ശ്രീമതാം ഗേഹേ യോഗ ഭ്രഷ്ടോ വിജായതേ എന്ന് പറയുന്നു. സുചീനാം എന്ന് പറഞ്ഞ നല്ല പയസ്സായിട്ടുള്ള ഒരു ഫാമിലിയിൽ വരും. ശ്രീമതാം എന്ന് പറഞ്ഞ നല്ല വെൽത്തി ഫാമിലിയിൽ വരും. അവര് ഒന്നുമില്ലയോ നല്ല ഭഗവാനോടൊക്കെ ഇതുള്ള എന്താ ഭക്തിയുള്ള ഒരു കുടുംബത്തിൽ പിറക്കും, അല്ലെങ്കിൽ നല്ല വെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ വന്ന് പിറക്കും എന്ന് പറയും. എന്നിട്ട് അവർക്ക് എവിടെ വെച്ച് നിന്നു അവിടെ നിന്ന് തൊട്ട് അവർക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. എന്ന് വെച്ചാല് അവർ ഈ യോഗയൊക്കെ ഓർക്കും, ഏതൊക്കെ ആസനങ്ങൾ ഞാൻ കഴിഞ്ഞ ജന്മം പഠിച്ചു അതെല്ലാം അറിയാം, എനിക്കിനി ശീർഷാസനം തൊട്ട് തുടങ്ങിയാൽ മതി എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ വേഗം മറ്റേതെല്ലാം നമ്മൾ വേഗം പഠിച്ചെടുക്കും. നമുക്കിപ്പം ഭഗവത്ഗീതയൊക്കെ നല്ലോണം അറിയായിരുന്നു കഴിഞ്ഞ ജന്മം, എന്നാൽ ഈ ജന്മം നമ്മൾക്ക് ജനിച്ചാൽ ഉടനെ നമ്മൾ ഭഗവത്ഗീത പറയാൻ തുടങ്ങുന്നില്ല, നമ്മൾക്ക് അത് ഓർമ്മയിൽ വരും. നമ്മൾ ആ ശ്ലോകങ്ങളൊക്കെ വേഗം, ചില കുട്ടികളൊക്കെ വേഗം പഠിച്ചെടുക്കും അല്ലേ, ഭഗവത്ഗീത ശ്ലോകങ്ങളൊക്കെ വേഗം പറയും. അല്ലാത്ത ചിലവരെ എന്നെ പോലെ അവർക്ക് എത്ര ആയാലും അവർക്ക് ഓർമ്മ നിൽക്കില്ല പഠിച്ചത്. അപ്പൊ ആ ഒരു വ്യത്യാസം നമ്മളുടെ കഴിഞ്ഞ ജന്മത്തെ എത്ര നമ്മൾ പ്രോഗ്രസ് ചെയ്തിരുന്നു, ആ സ്പിരിച്വൽ ലാഡറിൽ എത്ര പൊക്കത്തിൽ നമ്മൾ എത്തി എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പിന്നെ ദ്രോണാചാര്യരെ ഈ ദ്വിജോത്തമ എന്ന് പറയുന്നതിന് ഒരു ചെറിയൊരു കുത്തും കൂടെ കൊടുക്കുകയാണ്. എന്ന് വെച്ചാല് ബ്രാഹ്മണന്മാര് കുറച്ച് സോഫ്റ്റ് ഹാർട്ടഡ് ആണ് അല്ലെ, അവര് പെട്ടെന്ന് അവരുടെ മനസ്സലിയുന്നവരാണ്. അപ്പൊ അങ്ങനെ പാണ്ഡവരെ കൊല്ലാതെ ഇരിക്കല്, അവരോടുള്ള ആ ഒരു ചെറിയ ഒരു മമത കൊണ്ട് അവരെ വിട്ടേക്കല്ലേ, അങ്ങനെ ആവുമ്പോ നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്, നീ ക്ഷത്രിയന്മാരെ പോലെ തന്നെ ഫൈറ്റ് ചെയ്യണം, നീ നിന്റെ ആ ദൗർബല്യം, ആ ഹൃദയ ദൗർബല്യത്തിൽ വീഴല്, ക്ഷത്രിയന്മാരെ പോലെ ശക്തരായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതും കൂടിയാണ് കൊടുക്കുന്നത്. അപ്പം ഈ കുരുക്ഷേത്ര വാർ തന്നെ ഉണ്ടായത് ദുര്യോധനന്റെ പാണ്ഡവരോടുള്ള അസൂയയും കൊണ്ടാണ് അല്ലെ. അതുപോലെ തന്നെയായിരുന്നു ധൃതരാഷ്ട്രർക്കും പാണ്ഡവരോട് അസൂയായിരുന്നു. എന്നാൽ ധൃതരാഷ്ട്രരുടെ അടുത്ത് നിൽക്കുന്നില്ല, ഒരു 3 ജനറേഷൻ മുമ്പ് വരെ അപ്പോഴേ അവർക്ക് അസൂയായിരുന്നു. ഈ സത്യവതിയുടെ അച്ഛൻ ശന്തനു മഹാരാജാവ് സത്യവതിയെ ഒരിക്കല് ഗംഗയുടെ കരയിൽ കാണുമ്പം ഇഷ്ടപ്പെട്ടിട്ട് ശന്തനു ആ സത്യവതിയുടെ അച്ഛനെ കാണാൻ പോകും. സത്യവതിയുടെ അച്ഛനും ഒരു എന്താ മീൻ വിൽക്കുന്ന മീൻ കച്ചവട അവരുടെ ലീഡറാണ്, ഫിഷർമെന്റെ മുക്കുവരുടെ ലീഡറാണ്. അത് പറഞ്ഞോ ഞാന് ക്ലാസ്സില്? ഓക്കെ, ഞാൻ വേഗം പറയാം. അപ്പൊ ആയിരുന്നു. അപ്പൊ അവിടെ ചെന്ന് മകളെ കല്യാണം കഴിക്കണം എന്ന് പറയും, കല്യാണമൊക്കെ കഴിപ്പിച്ചു തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾക്ക് വേറൊരു മകനുണ്ട് എന്ന് എനിക്കറിയാം. ദേവവ്രതൻ എന്നായിരുന്നു ഭീഷ്മരുടെ പേര്.
ഭീഷ്മര് ഓൾറെഡി ഉണ്ട്. ദേവരഥന് ശന്തനു മഹാരാജന് ഗംഗാദേവിയിൽ നിന്ന് ഉണ്ടായ മകനാണ് ദേവരഥൻ. അപ്പൊ ആദ്യത്തെ ഭാര്യ ഗംഗയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മകൻ ഓൾറെഡി ഉള്ളപ്പോഴാണ് ശന്തനു എന്നിട്ട് ഗംഗാദേവി വിട്ടുപോകും. അപ്പൊ ഇങ്ങനെ ഒരു മകനുണ്ട്. അപ്പൊ രാജാവ് നാച്ചുറലി ആവേണ്ടത് ദേവരഥനാണ്. പക്ഷേല് സത്യവതിയുടെ അച്ഛൻ പറയും, എൻ്റെ മകൾക്ക് നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു കുട്ടി വേണം രാജാവാകാൻ ഹസ്തിനപുരത്തിന്റെ, അതിനെ എഗ്രി ചെയ്താൽ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? ശന്തനു മഹാരാജിന് പറ്റില്ല അല്ലേ, എന്താ വെച്ചാൽ ഓൾറെഡി ഒരു മകനുണ്ട്, മിടുക്കനായ ഒരു മകന്. അപ്പൊ തിരിച്ചു പോകും. വീട്ടിൽ വന്നിട്ട് വളരെ സങ്കടമായിട്ടിരിക്കുന്ന കാണുമ്പം ദേവരഥൻ അന്വേഷിക്കും എല്ലാവരെങ്കിലും, എന്താണ് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പം മനസ്സിലാകും ഇതാണ് കാര്യം എന്ന്. അപ്പം ദേവരഥൻ ചെല്ലും, സത്യവതിയുടെ അച്ഛൻ്റെ അടുക്ക പോയി ചോദിക്കും, എൻ്റെ അച്ഛന് വേണ്ടി സത്യവതിയെ തരണം എന്ന്. അപ്പൊ പറയും, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ഒരു കണ്ടീഷനിലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ മകളെ എന്ന് പറയും. അപ്പൊ എന്ത് കണ്ടീഷനാണ്? അവർക്കുണ്ടാകുന്ന കുഞ്ഞ് വേണം രാജാവാകാൻ. അപ്പൊ ദേവരഥൻ പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ, എനിക്ക് അങ്ങനെ രാജാവായിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല, ആയിക്കോട്ടെ എന്ന് പറയും. അപ്പൊ അതുകൊണ്ടും തീർന്നിട്ടില്ലല്ലോ, നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിനും തോന്നാമല്ലോ ഈ രാജ്യം എനിക്ക് അവകാശപ്പെട്ടതാണ്, എൻ്റെ അച്ഛൻ്റെ ഫൂളിഷ്നെസ് കൊണ്ടാണ് അത് ഇല്ലാതായി പോയത് എന്നും പറഞ്ഞ് ആ രാജ്യത്തിന് വേണ്ടി വഴക്കിടാമല്ലോ. അതുകൊണ്ട് നിന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഓക്കെ, ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പറയും. അപ്പോഴും പിന്നെയും പറയും സത്യവതിയുടെ അച്ഛൻ, കല്യാണം കഴിക്കാതെയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാമല്ലോ എന്ന് പറയുമ്പോൾ പറയും, ഞാന് ആയുഷ്കാലം മുഴുവൻ ബ്രഹ്മചാരി ആയിക്കോളാം എന്ന് പറയും. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയും. അപ്പം ഞാൻ ഈ ജന്മം മുഴുവനും ഞാന് എന്താ ബ്രഹ്മചാരിയായിട്ടിരുന്നോളാം എന്ന് പറയും. അങ്ങനെയാണ് സത്യവതിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ഒന്ന് നോക്കിക്കേ, ആ ഒരു വ്രതം എടുത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഭീഷ്മർ എന്നുള്ള പേര് വന്നത് ദേവരഥന്. ഭീഷ്മർ എന്ന് പറഞ്ഞാൽ അത്ര ദൃഢമായിട്ടുള്ള ശപഥം എടുത്ത ആളെന്നാണ് അർത്ഥം. അത് പറയുന്ന സമയത്ത് ആകാശത്തുനിന്ന് ദേവലോകത്തുനിന്ന് പൂക്കള് പുഷ്പിക്കും ഭീഷ്മരുടെ മുകളില്. അപ്പൊ അത്രയും വലിയ ആർക്കും എടുക്കാത്ത ഒരു ദൃഢ വ്രതമാണ് എടുത്തത്. അങ്ങനെയാണ് ഭീഷ്മർ എന്നുള്ള പേര് കിട്ടിയത്. ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഭീഷ്മർ ഇപ്പോഴും രാജ്യം ഭരിച്ചേനെ, രാജാവായിരുന്നേനെ അല്ലേ. ഈ ധൃതരാഷ്ട്രരെ കണ്ണ് കാണാൻ വയ്യാത്ത രാജാവിനെ ഒന്നും പിടിച്ചിരുത്തണ്ടായിരുന്നു. എന്നിട്ട് എന്താ, പാണ്ഡുവിന് മരിച്ചുപോയി. അതിൻ്റെ മുമ്പേ എന്താ, ചിത്രകഥനും വിചിത്ര വീര്യനും, അതായിരുന്നു സത്യവതിയുടെ 2 മക്കളെന്ന് പറയുന്ന ചിത്രകഥനും വിചിത്ര വീര്യനുമായിരുന്നു. അവര് രണ്ടുപേരും കുഞ്ഞുങ്ങളില്ലാതെ മരിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഭാര്യയ്ക്ക് വേദവ്യാസനിൽ നിന്നുണ്ടായ മക്കളാണ് ധൃതരാഷ്ട്രര്, പാണ്ഡുവും വിതുരരും. ഇങ്ങനെ 3 മക്കളുണ്ടായി. അത് വിതുരരെന്ന് പറയുന്ന ഒരു മെയ്ഡ് സെർവൻറ്റിൽ നിന്നുണ്ടാകുന്നതാണ് വ്യാസദേവന് വഴി. അത് കാരണം രാജാവാകാൻ പറ്റില്ല. പാണ്ഡു ആയിരുന്നു ഭേദം. ഈ ഇതിൽ എന്താന്ന് വെച്ചാൽ പാണ്ഡുവിന് കണ്ണ് കാണാമായിരുന്നു. ധൃതരാഷ്ട്രരാണ് മൂത്തത്, പക്ഷെ കണ്ണ് കാണാൻ വയ്യാത്തോണ്ട് രാജ്യം കിട്ടാതെ പോയി. പക്ഷെ പാണ്ഡു മരിച്ചപ്പം ധൃതരാഷ്ട്രര് ഈ രാജ്യം ഭരണ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. യുധിഷ്ഠിരൻ വയസ്സാകുന്നവരെ, യുധിഷ്ഠിരന് രാജ്യം ഭരിക്കാനാകുന്നിടം വരെ. പക്ഷേ യുധിഷ്ഠിരന് കൊടുക്കാന് ധൃതരാഷ്ട്രർക്കും ഇഷ്ടമില്ല, ദുര്യോധനനും ഇഷ്ടമില്ല. ദുര്യോധനന് വേണം രാജ്യം. അതാണ് ഈ വോറിന് കാരണമായത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ എൻവി കാരണം 3 ജനറേഷൻ മുമ്പുണ്ടായ ഒരാൾക്ക് ഉണ്ടായ എൻവി കാരണമാണ് ഈ വോറിന് വരെയും ഇടവന്നത്. ഈ ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരെയും കൊല്ലാന് ഉള്ള ഒരു അവസരം വന്നത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? നമ്മള് എൻവിയസ് ആയാല് അത് നമ്മളുടെ തന്നെ നാശത്തിന് ഇടവരുന്നു അല്ലെ. നമ്മളുടെ മാത്രമല്ല,
അത് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ടു ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. നമ്മളുടെ ജനറേഷൻ കഴിഞ്ഞ് നമ്മളുടെ മക്കളുടെ ജനറേഷൻ, അവരുടെ മക്കളുടെ ജനറേഷൻ, അതുവരെയും കൊണ്ടെത്തിക്കാം നമ്മൾ ഒരാളോട് അസൂയ തോന്നിയാല്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ വെറുതെ കഥ കേട്ടാ പോരാ, നമ്മൾ ഇതിൽ നിന്ന് പാഠം പഠിക്കണം. നമ്മൾ ഇനിയത്തെ തവണ നമ്മൾ ഒരാളോട് അസൂയ വരുമ്പോൾ നമ്മൾ ഈ കഥ ഓർക്കണം. എന്നിട്ട് നമ്മൾ അങ്ങനെ പാടില്ല, ആരോടും നമുക്ക് അസൂയ തോന്നാൻ പാടില്ല, നമ്മൾക്ക് ഗ്രീഡ് തോന്നാൻ പാടില്ല. ആ അത്യാർത്തിയായിരുന്നു അല്ലേ സത്യവതിയുടെ അച്ഛന്. സ്വന്തം മകൾക്ക് ഈ രാജ്യം കിട്ടണം എന്നുള്ള ആ ഒരു അത്യാർത്തി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അല്ലേ. അപ്പൊ അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഇതാണ് നമ്മൾക്ക് കിട്ടേണ്ട ലെസൺസ്. അപ്പൊ എന്ത് 2 ലെസൺസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഈവൻ ഗാന്ധാരിക്ക് ഇത്രയും 100 പിള്ളേര് ഉണ്ടായത് എന്താണ്? അതും അസൂയ കൊണ്ടായിരുന്നു അല്ലേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. കുന്തിക്ക് യുധിഷ്ഠിരൻ ഉണ്ടായി എന്നറിഞ്ഞപ്പം ഗാന്ധാരിക്ക് ഇരിക്കപ്രതിയില്ല. 2 കൊല്ലമായിട്ട് വയറ്റിൽ ചുമന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആ കുഞ്ഞ് പുറത്തു വരുന്നില്ല. അപ്പൊ നല്ല 2 ഇടി കൊടുത്തു വയറ്റിന്. അപ്പോഴ് ഒരു മാംസകഷ്ണം വീഴുകയും അതിൽ നിന്ന് 101 ആയിട്ട് ഖണ്ഡിച്ച് 101 കുടത്തിൽ വെക്കുകയും എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞ് അത് തുറന്നു നോക്കുമ്പോൾ ദുര്യോധനൻ ഇറങ്ങി വരുമ്പോൾ ദുര്യോധനന് ഒരു ചെന്നായിയെ പോലെ കരയുകയും ചെയ്തു. അപ്പൊ തന്നെ വിതുരര് അഡ്വൈസ് ചെയ്തു, ഈ കുഞ്ഞിനെ നീ കള, ഇത് നിങ്ങളുടെ കുലത്തിന് മുഴുവനും നാശമായിട്ട് തീരും എന്ന് പറഞ്ഞു. അതും കേട്ടില്ല. അപ്പം അതും ഒരു ലെസനാണ് നമുക്ക്. നമ്മളുടെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാര്, എന്നാല് ഏതെങ്കിലും എൽഡർലി ആയാൽ പോരാ, നമ്മളുടെ നല്ലത് ചിന്തിക്കുന്നവര്, നമ്മൾക്ക് നല്ലത് വരണം എന്ന് കാക്ഷിക്കുന്നവര് പറയുന്നതിന് നമ്മൾ ചെവി കൊള്ളണം, നമ്മൾ അത് സ്വീകരിക്കണം. നമുക്ക് നമ്മളുടെ സ്വാർത്ഥ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഫ്യൂച്ചറിൽ എന്താണ് ആ ഭാവിയിൽ അതുകൊണ്ടുണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞ് ഒരാൾ തരുമ്പം അതിൻ്റെ അകത്തെ അതിൽ കഴമ്പുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അത് നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ അതുപോലെ പ്രവർത്തിക്കണം. ഇതൊക്കെയാണ് ലെസൺസ്. നമുക്ക് അസൂയ പാടില്ല, നമുക്ക് അത്യാർത്തി പാടില്ല. ഭഗവത്ഗീതയിലെ 16ാമത്തെ ചാപ്റ്ററിൽ 21ാമത്തെ വേഴ്സിൽ പറയുന്നുണ്ട് 3 ഗേറ്റുകളാണുള്ളത് നരകത്തിലേക്ക്. 3 ഗേറ്റുകളാണ്. അതിൽ ഒന്നാണ് ഗ്രീഡ്. ഗ്രീഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പൊ പറഞ്ഞതാണ്. എന്താണ് ഗ്രീഡ് എന്ന് പറഞ്ഞാൽ? നമുക്ക് അത്യാഗ്രഹം അതിലൊന്നാണ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മൾ ഇനി എന്തെങ്കിലും അത്യാഗ്രഹം നമുക്ക് തോന്നിയ സെൽഫിഷ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഇതെല്ലാം നമുക്ക് ഓർമ്മ വരണം. അതിനാണ് നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിക്കുന്നത്. ചുമ്മാ കുറെ കഥകൾ കേൾക്കാനല്ല. നമ്മൾ അതിൽ നിന്ന് ഈ ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നുണ്ട്. നമ്മൾക്ക് അതിൽ നമ്മളുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് വന്നില്ലെങ്കിൽ, നമ്മളുടെ പെരുമാറ്റത്തിൽ അതിനൊരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ ഇത് വായിച്ചിട്ട് കാര്യമില്ല. അതിൽ ഒരു വ്യത്യാസം വരണം നമുക്ക്. ഭാഗവതമായാലും ഭഗവത്ഗീതയായാലും ബിഹേവിയറിലും വ്യത്യാസം വരണം. നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു ഭാവത്തിലും മാറ്റം വരണം. നമ്മളിപ്പൊ ഭഗവാൻ എന്ന് പറയുന്ന ഏതോ ഒരാള് അങ്ങ് മുകളിലെങ്ങാണ്ട് ഇരിക്കുന്നു എന്നുള്ളത് ഉള്ള ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നമ്മളുടെ സുഹൃത്താണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള്, നമ്മുടെ കുഞ്ഞോ നമ്മളുടെ അമ്മയോ വല്ല നമ്മൾ കെട്ടിപ്പിടിക്കുന്നു, അത്രയും ക്ലോസ് ആയിട്ട് അവർ പിടിക്കുന്നതിനെക്കാട്ടിലും ക്ലോസറാണ് ഭഗവാൻ. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ അകത്താണ്. ഇവര് നമ്മളെ പുറമെയാണ് അല്ലെ കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ അതിലും ക്ലോസറാണ്. ഇപ്പൊ ഞാൻ ഒരു തവണ പറഞ്ഞ പോലെ ഈ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തുള്ള നമ്മളുടെ ഓരോ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ. ഭർത്താവായിട്ട്, ഭാര്യയായിട്ട്, മക്കളായിട്ട്, അമ്മയായിട്ട്, അച്ഛനായിട്ട്, സുഹൃത്തുക്കളായിട്ട്, നമ്മളുടെ സഹോദരരായിട്ട് ഒക്കെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നേയില്ല. പക്ഷേല്
നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പും കൂടി ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പാടെ മറന്നിരിക്കുകയാണ്. അത് നമ്മൾ ഓർക്കണം. ഒരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് അതും കൂടി ഉണ്ട്. അതും ഇമ്പോർട്ടൻറ്റ്. ഇഫ് നോട്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് അത്രയും നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്തെന്നെങ്കിലും ചിന്തിക്കണം. അതും നമ്മൾക്ക് അത്യാവശ്യം തന്നെയാണ്. നമ്മളെ അടുത്ത ജന്മം ഇവരാരുമില്ല. ഇപ്പം നമ്മളുടെ കൂടെ ഹൊറിസോണ്ടലി നമ്മളുമായിട്ട് വ്യവഹാരം ചെയ്യുന്നവരാരും അടുത്ത ജന്മം കാണുന്നേ ഇല്ല. നമ്മൾ പൊടിയിട്ടാൽ കാണില്ല. ഉള്ളതാരും അപ്പോഴും കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കണം. അതനുസരിച്ച് വേണം നമ്മളുടെ പെരുമാറ്റവും ഉണ്ടാവാൻ. അപ്പം പിന്നെ ഭഗവാൻ എപ്പോഴും ഈ പരിത്രാണായ സാധൂനാം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ഭഗവാന് തന്നെത്താൻ ആയുധം വെച്ച് കൊല്ലുകയല്ല, ഭക്തന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും. അപ്പൊ വൈഷ്ണവരെന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തന്മാര് അല്ലെ കൃഷ്ണന്റെ ഭക്തന്മാരെന്ന് പറയുന്ന അവര് ഈ ചാൻറ്റ് ചെയ്യാൻ മാത്രമല്ല അവർക്ക് മിടുക്കുള്ളത്. അവര് ഹരേ കൃഷ്ണ എന്ന് പറയുക മാത്രമല്ല, അവർക്ക് വേണ്ടി വന്ന ഭഗവാന്റെ ഇച്ഛ അതാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനും അവര് തയ്യാറാണ്. ഭഗവാന് വേണ്ടി എന്തും അവര് ചെയ്യും. എത്ര നമ്മൾക്ക് സ്വയമേ ഇഷ്ടമില്ലാത്തതാണെങ്കിലും, അർജുനന് ഇഷ്ടമില്ലായിരുന്നു ഫൈറ്റ് ചെയ്യാൻ, പക്ഷെ എന്തുകൊണ്ട് കൃഷ്ണൻ ഫൈറ്റ് ചെയ്തു? കൃഷ്ണൻ പറഞ്ഞപ്പോഴ് എന്താ വെച്ചാൽ അത് കൃഷ്ണന്റെ ഇച്ഛയാണ് എന്ന് മനസ്സിലായിട്ട്. അപ്പൊ വൈഷ്ണവര് പൊതുവേ നോൺ വയലന്റ് ആണ്. അവര് ഫൈറ്റിങ്ങിലൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അവര് വളരെ ശാന്ത ആൾക്കാരാണ്. ആരെയും കൊല്ലാനും ഒന്നും ഇഷ്ടമില്ല. ഒരു പ്രാണിയെ പോലും അവര് കൊല്ലില്ല. പക്ഷേ ആവശ്യം വന്നാല് അത് കൃഷ്ണന്റെ ഇച്ഛയാണ്. ഇപ്പൊ ഒരു വോർ നടക്കണം, എന്നിട്ട് ദുഷ്കൃതികളെ എല്ലാം അകറ്റിയിട്ട് നമ്മൾക്ക് ധർമ്മം പുനർസ്ഥാപിക്കണം എന്നുള്ളതാണ് കൃഷ്ണന്റെ ഇച്ഛ എന്നുണ്ടെങ്കിൽ ശരി കൃഷ്ണ ഞാൻ അത് ചെയ്യാം എന്ന് പറയുന്നവരാണ് വൈഷ്ണവര്. പിന്നെ ഇനി ഒരു കാര്യം, ഈ ചൈതന്യ മഹാപ്രഭു അതിനേക്കാളും കാരുണ്യവാനാണ്, കൃഷ്ണനെക്കാട്ടിലും കാരുണ്യവാനാണ്. എന്താ ചെയ്തത്? ആരെ കൊന്നില്ല. കൃഷ്ണനും രാമനും ഒക്കെ കൊന്നു അല്ലെ, ആൾക്കാരെ വെപ്പൻസ് യൂസ് ചെയ്ത് കൊന്നു. പക്ഷേ മഹാപ്രഭു എന്താണ് ചെയ്തത്? അവരുടെ ഉള്ളിലുള്ള അസുരന്മാരെയാണ് കൊന്നത്. എന്നുവെച്ചാൽ അവരുടെ ഉള്ളിലുള്ള ചീത്ത ഇതല്ല പ്രവണതകള്, മതമാത്സല്യ എന്ന് പറയുന്ന ആ 6 ഇതുണ്ടല്ലോ നമ്മളുടെ ചീത്ത സ്വഭാവങ്ങള്, അത് എല്ലാമാണ് കൊന്ന്. എങ്ങനെ കൊന്നു അതിനെയെല്ലാം? നിങ്ങൾ ഹരേ രാമ ജപിക്ക്, അപ്പം ഇതെല്ലാം താനെ പോകും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതെല്ലാം ഇറങ്ങിപ്പൊക്കോളും തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ചൊല്ല് എന്ന് പറയുന്നു. ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ചൈതന്യ മഹാപ്രഭു ആരാണെന്നൊക്കെ? ആരെങ്കിലും ഉണ്ടോ അറിയാത്തത്? അറിയാം. അപ്പൊ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു 4-5 ദിവസം ഞാൻ വേറെ ഒരു ഗ്രൂപ്പില് ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാകാരുണ്യത്തെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷിലാണ്. 7 മണി തൊട്ട് 7:30 മണി വരെയാണ് ക്ലാസ്. 7:30 വരെയൊന്നും പോകില്ല, ഇന്ന് വളരെ കുറച്ചേ എടുത്തുള്ളൂ. അപ്പൊ ആ ക്ലാസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ചൈതന്യ മഹാപ്രഭു ആരാണെന്നുള്ളത് മനസ്സിലാകും. അപ്പൊ കൃഷ്ണനേക്കാളും കാരുണ്യം കൂടിയതാണ് ചൈതന്യ മഹാപ്രഭു എന്ന് മനസ്സിലാകും. കൃഷ്ണന് 5000 years ബാക്ക് ആയിരുന്നു അവതരിച്ചത്. മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ്, ഒരു ഭക്തന്റെ രൂപം എടുത്ത് വന്നതാണ്. അത് 500 കൊല്ലം മുമ്പ്, 500 വർഷം മുമ്പ് വന്നതാണ്. നിങ്ങൾ കുട്ടികളുടെയൊക്കെ സോഷ്യൽ സ്റ്റഡീസ് ബുക്ക് എടുത്ത് നോക്കിയാൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തന മൂവ്മെന്റ് കൊണ്ടുവന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു ആയിരുന്നു എന്നൊക്കെ ആ സോഷ്യൽ സ്റ്റഡീസ് ബുക്കിൻ്റെ അകത്തുണ്ട്.
അപ്പം അത് ഉണ്ട്, അങ്ങനെ ഉണ്ടായി എന്നുള്ളത് അപ്പം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 500 കൊല്ലം മുമ്പ് ഉള്ള ഹിസ്റ്ററിയാണത്. അപ്പൊ ആ മഹാപ്രഭുവിന്റെ ഓരോ കാരുണ്യങ്ങൾ, ഓരോ പാസ് ടൈംസ്, ഓരോ ലീലകള്, ചൈതന്യ മഹാപ്രഭു ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ചെയ്ത ഓരോ ലീലകളൊക്കെ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷിലാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, അപ്പൊ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടേണ്ടൊക്കെ സമയമായിരിക്കും. അപ്പം സമയമുള്ളവർക്ക് കയറാം കേട്ടോ. 7 തൊട്ട് 7:30 വരെ. ഇനി ഹരേ ഒരു കൃഷ്ണ 4-5 മാതാജി. ദിവസം കൂടി. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. ചെറിയ കുട്ടികൾക്ക് ഭഗവത്ഗീത ഇംഗ്ലീഷിൽ എടുക്കണ്ടോ മാതാജി? ചെറിയ കുട്ടികൾക്ക് സത്യത്തിൽ ഞാൻ എടുക്കാൻ പോവാണ്. എൻ്റെ ചെറുമക്കള്, ചേച്ചിയുടെ ചെറുമോന് ഒക്കെ കാനഡയിലാണ്. അപ്പൊ അവർക്കിപ്പൊ വെക്കേഷൻ ആകും. ഈ ജൂൺ എൻഡാകുമ്പോൾ വെക്കേഷൻ ആകും. അപ്പൊ ജൂലൈ 1 തൊട്ട് ഞാൻ അവർക്ക് ഭഗവത്ഗീതയിലെ വലിയ സംഗതികളൊന്നും അവർക്ക് മനസ്സിലായില്ലെങ്കിലും കൊച്ചായിട്ടുള്ള അതിൻ്റെ അകത്തുനിന്ന് ലെസൺസ് പഠിക്കാനും, പിന്നെ മഹാഭാരതത്തിലെ ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ കുറേ അവർക്ക് മനസ്സിലാവില്ലായിരിക്കും. ഈ 2nd ചാപ്റ്ററും 3rd ചാപ്റ്ററും ഒക്കെ ആകുമ്പോൾ അവർക്ക് വളരെയൊന്നും മനസ്സിലാവില്ലായിരിക്കും. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ടു സ്പിരിച്വാലിറ്റി, അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിലാണ് വേണ്ടതല്ലേ മാതാജിക്കും? എന്നോട് ചോദിച്ചു, 1-2 പേര് ചോദിച്ചു ഇംഗ്ലീഷിൽ ക്ലാസ് ഭഗവത്ഗീത എടുക്കണ്ടോ ചോദിച്ചു കുട്ടികൾക്ക്. അപ്പൊ അത് അവർക്ക് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ ലിങ്ക് കിട്ടി. അപ്പൊ അത് ഞാൻ അവർക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ അവർക്ക് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് വാട്സാപ്പില് എന്താ ഗ്രൂപ്പ് ആയിട്ട് ആക്കാമല്ലോ, ഒരുമിച്ച് ആക്കിയിട്ട് കോൺഫറൻസ് കോള് പോലെ ആക്കിയിട്ട് ഞങ്ങൾ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് അവർക്ക് അത്ര മലയാളം അറിയാത്ത കുട്ടികളാണ്. അപ്പൊ ഇംഗ്ലീഷിലായിരിക്കും ഞാൻ എടുക്കുന്നത്. അത് പക്ഷേ അവർ കാനഡയിലായ കാരണം നൈറ്റ് ടൈം ആയിരിക്കും. ഇപ്പം നമ്മൾ 8 to 9:30 എടുക്കുന്നില്ലേ, ആ 3 ദിവസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ 8 to 9:30 ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നോണ്ട് അവർക്ക് സൗകര്യം ഉണ്ടാകുമോ? ഈ സ്കൂൾ ഡേയ്സ് ഒക്കെ 8 തൊട്ട് 9 വരെയൊക്കെ ഇരിക്കാൻ അവർക്ക് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒക്കെ കാണില്ലേ? ചോദിച്ചിട്ട് പറഞ്ഞോളൂ. ചോദിച്ചിട്ട് പറഞ്ഞോളൂ. അത് പറ്റുമെങ്കിൽ അതിൽ കയറിക്കോളൂ. പിന്നെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ സൂം ആക്കാം. ഈ വാട്സാപ്പ് കോൺഫറൻസ് കോൾ അല്ലാതെ സൂമിലാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതെന്നോട് പറഞ്ഞാല് അതുപോലെ നോക്കാം. പിന്നെ അവർക്ക് അതിലും ഏർലി പറ്റില്ല, അത്രയും നേരത്തെ എണീക്കും തോന്നുന്നില്ല. ഇപ്പം 8 o'clock എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 9:30 ഒക്കെ ആകും. അപ്പൊ അവര് കഴിച്ചൊക്കെ ഇരിക്കും. അപ്പോഴത്തേക്ക് ക്ലാസ് എടുക്കാം 1 മണിക്കൂർ എന്ന് വിചാരിച്ചു. 1-1:30 അവരിയ്ക്കുന്ന പോലെ. ഹരേ കൃഷ്ണ. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്ന് വന്നിട്ടുണ്ടോ എന്താ പ്രവീൺ എസ് നായർ? പ്രവീൺ എസ് നായർ പറഞ്ഞു എന്നെയും കൂടെ വായിപ്പിക്കണേ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഇന്നും വന്നിട്ടില്ല, ഓഫീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയും സമയമുണ്ട് നമുക്ക്. സമയം കഴിഞ്ഞു അല്ലേ? 12 വരെ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ ഇന്ന് നമ്മൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, ആരൊക്കെ അത് നോക്കി എന്ന് വെച്ചാൽ നമ്മൾ ചാൻറ്റ് ചെയ്യുന്ന സമയത്ത് ഭഗവാനോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ ചാൻറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. കൃതജ്ഞത തോന്നണം നമുക്ക് ഭഗവാനോടെന്ന്. എല്ലാ കാര്യവും ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷേ നമ്മൾ തോന്നുമ്പോ അയ്യോ നമ്മൾ ഭഗവാനെ എത്ര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, നമുക്ക് ഇത് തന്നില്ലേ അത് തന്നില്ലേ. ഓരോന്ന് കിട്ടുമ്പം നമുക്ക് എല്ലാ തവണയും നമ്മൾ ഓർത്തെന്ന് വരില്ല. പതുക്കെ ആ ശീലം നമുക്ക് വളർത്തിയെടുക്കാം. നമ്മൾ ഓരോ സംഗതി ചെയ്യുമ്പോഴും ഇത് ഭഗവാന്റെയാണ്, ഞാനത് സൂക്ഷിച്ച് ചെയ്യണം. അത് എനിക്ക് ലോണായിട്ട് തന്നിരിക്കുക. ഇപ്പൊ നമ്മൾ ഒരു വീട്ടില് നമ്മൾ വാടകയ്ക്ക് പോകുമ്പം ആ വീട് നല്ലോണം സൂക്ഷിക്കണം എന്ന് പറയൂ അല്ലെ, വീട്ട് ഉടമസ്ഥൻ അല്ലെ. നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ളതാണ് ആ വീട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാം,
പക്ഷെ അത് സൂക്ഷിച്ച് യൂസ് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെയാണ് ഭഗവാന്റെയാണ് ഈ പ്രോപ്പർട്ടി മുഴുവനും, ഈ ലോകം, ഈ ഭൗതിക ലോകം മുഴുവനും ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മൾക്ക് ഈ ഒരു ജന്മം, ഈ 60 വയസ്സ് 70 വയസ്സ് വരെ നമ്മൾ അത് യൂസ് ചെയ്യാൻ ഭഗവാൻ നമുക്ക് അലൗ ചെയ്തിരിക്കുന്നതാണ്. അത് ആ ഒരു ബോധത്തിൽ വേണം നമ്മൾ എല്ലാം യൂസ് ചെയ്യാൻ. ഇത് എൻ്റേതാണ് എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചോണ്ടിരിക്കല്ലേ. ധൃതരാഷ്ട്രര് ആ രാജ്യം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന പോലെ നമ്മൾ ഓരോ സാധനവും നമ്മൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കല്ലേ. ഇതെല്ലാം നമുക്ക് ഈ ജന്മം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഭഗവാൻ തന്നതാണ് എന്നുള്ളൊരു ബോധത്തിൽ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ. മഹാരാജാവ് ഈ മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് ഇസ്കോണിലെ ഒരു സന്യാസിയാണ്. ആ മഹാരാജ് എന്താ ചെയ്തിരുന്നെന്ന് വെച്ചാൽ അഴിച്ച വസ്ത്രം പോലും ചുമ്മാ നമ്മളാണെങ്കിൽ ലോണ്ടറി ബാസ്ക്കറ്റിലോട്ട് ഇടും അല്ലേ, എറിയും അതിലോട്ട്. പക്ഷെ മഹാരാജ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് മടക്കി നല്ല ഭംഗിയായിട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് നനയ്ക്കുന്നത് പോലും അതിന് വേദന വരാത്ത പോലെയാണ് നനയ്ക്കുന്നത്. എന്നുവെച്ചാൽ അതെല്ലാം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നതാണ്, ഭഗവാൻ തന്നിരിക്കുന്ന ഓരോ പ്രോപ്പർട്ടിയാണ്. അത് നമ്മൾ നല്ലോണം യൂസ് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഭഗവാൻ മഹാരാജിനുണ്ടായിരുന്നത്. സുധാ ബാലകൃഷ്ണൻ പറയൂ. കൈ റേസ് ചെയ്തിരിക്കുന്നു, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എന്താണ് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ അറിയാതെ? ഓക്കെ 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 ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. അപ്പൊ നാളെ നമ്മൾ ഭാഗവതമാണേ കേട്ടോ. പിന്നെ കുറച്ച് പേർക്ക് അത് PDF ഞാൻ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇപ്പം നാളത്തേക്ക് ഞാൻ 2ാമത്തെ ശ്ലോകം ഞാൻ ഇപ്പൊ ഫോട്ടോ തന്നെ എടുത്തിടാം ഇതില് വാട്സാപ്പില്. എന്നിട്ട് നോക്കട്ടെ, ഞാൻ അത് എല്ലാം PDF ആക്കാൻ പറ്റുമെങ്കിൽ ആക്കിയിട്ട് ഞാൻ അത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ നിങ്ങള് ബുക്കുള്ളവര് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കൂ. അല്ലെങ്കിൽ അത് കുറേ സംഗതികൾ നമ്മളുടെ ഇതിൽ കയറി വരുമ്പം അത് സ്ലോ ആയി പോവും മൊബൈലെല്ലാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള PDF എടുത്ത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യണം കേട്ടോ. ഓരോന്നും ഞാൻ വേഴ്സുകൾ ഇടുന്നത് നിങ്ങൾക്ക് ബുക്കില്ലാത്തവർക്ക് ഉദ്ദേശിച്ചാണ്. അത് നിങ്ങൾ PDF എടുക്കുകയോ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുർഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. अनंत कोटि निताई गौर प्रेमानंदे. हरि हरि बोल. हरे कृष्णा. हरे कृष्ण माताजी. हरे कृष्णा माताजी. हरे कृष्ण. हरे कृष्णा. ഹരേ കൃഷ്ണ. हरे कृष्णा माताजी. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നിർത്തിയേക്കട്ടെ. ഹരേ കൃഷ്ണ. हरे कृष्ण. ഹരേ കൃഷ്ണ. हरे कृष्णा. ഹരേ കൃഷ്ണ.